പിന്നെ അടുത്തത് ഇതിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഫ്രം sklearn.metrics നേരത്തെ നമ്മൾ അക്യുറസി സ്കോർ അങ്ങനെയൊക്കെ ആയിരുന്നു യൂസ് ചെയ്തായിരുന്നു സൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ. ഇവിടെ വരുമ്പോൾ ഫുൾ ഓഫ് ക്ലസ്റ്റേഴ്സ്, ഗ്രൂപ്പിങ്സ്, അതിൻ്റെ ക്വാളിറ്റീസ് അങ്ങനത്തെയൊക്കെയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് സിൽഹൗഡ് സ്കോർ, WCSS എന്ന് പറയും, വിത്തിൻ ക്ലസ്റ്റർ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയും WCSS. ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡൊക്കെയാണ് യൂസ് ചെയ്യുക. ഇതൊക്കെയാണ് ഇവിടെ അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സിൽഹൗഡ് എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിയറസ്റ്റ് നെയ്ബേഴ്സിൽ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതെടുത്തായിരുന്നില്ലേ. നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ നിന്ന് എത്ര നെയ്ബേഴ്സിൻ്റെ ഒരു ഫോക്കസ് എടുക്കണം എന്നുള്ളത്. ഇവിടെ വരുമ്പോൾ ആ ക്ലസ്റ്റേഴ്സിൽ എത്ര ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യണം എന്നാണ് നോക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്നില്ലേ. ഇതിൽ ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടില്ലേ, 5 എന്ന് പറഞ്ഞിട്ട് ആ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് അവിടെ എത്ര എണ്ണം ഫോം ചെയ്യണം എന്നാണ് അവിടെ എൽബോ മെത്തേഡിലും സിൽഹൗഡ് സ്കോറും ഒക്കെ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്നത്. സിൽഹൗഡ് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ -1 to +1 വരെയാണ് അതിൻ്റെ റേഞ്ച്. അതിൽ എത്ര ഹൈ ആണോ അത്രയും ബെറ്റർ ആണ്. ഓക്കെ. എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഈ ഫ്ലാറ്റനിങ് ആവുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള ഏരിയാസില്ലേ, അതായത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഫ്ലാറ്റൻ ലെവലിലാണല്ലോ പോകുന്നത്. സോ അതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു ലെവൽ വരെയാണ് അതിൻ്റെ പ്രോപ്പർ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യാനുള്ള. അപ്പോൾ 3 ക്ലസ്റ്റേഴ്സ് എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. അപ്പോൾ 4ലേക്കൊക്കെ വരുമ്പോൾ അത് ടോട്ടലി ഫ്ലാറ്റൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത്. സോ ബെറ്റർ ക്ലസ്റ്റേഴ്സ് ചൂസ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഈ ഒരു എൽബോ മെത്തേഡ്. നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ലെവൽ വരെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എത്ര പ്രിൻസിപ്പൽ കമ്പോണൻസ് ചൂസ് ചെയ്യുക എന്നുള്ളത് ഔട്ട് ഓഫ് 100 ടോട്ടൽ വേരിയൻസ് ചെക്ക് ചെയ്തിട്ടാണ്. ഇതിൽ ചെക്ക് ചെയ്യുന്നത് ഈ ഇനേഷ്യ വിത്തിൻ ക്ലസ്റ്റർ എറർസ്, WCSS എന്ന് പറയും. വിത്തിൻ ക്ലസ്റ്റർ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. സോ ആ ഒരു എറർ റേറ്റ് ഫ്ലാറ്റിനാവുന്ന ആ ഒരു രീതി വെച്ചിട്ടാണ് അത് ചെക്ക് ചെയ്യുക. ഇതിൻ്റെ തൊട്ട് ഇത് പ്ലോട്ട് ചെയ്യുകയാണ് ചെയ്യുക. ആൻഡ് ഇതിൻ്റെ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ക്ലസ്റ്റർ എടുത്താലായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. then ഇത് അതിൻ്റെ ക്ലസ്റ്ററിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലസ്റ്ററിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ക്ലസ്റ്റേഴ്സിൽ സിമിലർ പോയിൻറ്റ്സ് ആയിരിക്കും വരുന്നത്. ആൻഡ് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഡിസിമിലാരിറ്റീസും ഉണ്ടാകും. സോ ഇതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ 2 കാര്യം വെച്ചിട്ട് എങ്ങനെ ചെയ്യാം? അതായത് ഇപ്പോൾ ഒരു ക്ലസ്റ്ററിൽ, സിംഗിൾ ക്ലസ്റ്ററിൽ നമ്മളിവിടെ പോയിന്റ് എടുത്തില്ലേ, ഇപ്പോൾ ഇതിൽ 5 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. പുതിയതായിട്ട് എടുത്തത് ഇതിലിപ്പോൾ 5 ക്ലസ്റ്റേഴ്സ് ഉണ്ട്. ഈ 5 ക്ലസ്റ്റേഴ്സിൻ്റെ നമ്മൾ ആ പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ പറഞ്ഞില്ലേ, പ്യൂരിറ്റി ഇമ്പ്യൂരിറ്റി എന്നാണ്. സോ ഇതിൽ ആ ക്ലസ്റ്റേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് എങ്ങനെ പറയും? 2 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, ഇതിൻ്റെ ആ ഒരു ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡില്ലേ, ക്ലസ്റ്ററിൻ്റെ സെൻട്രോയിഡ് വരുന്ന ആ ഒരു ഇപ്പോൾ യെല്ലോ ആണെന്നുണ്ടെങ്കിൽ അതിൽ യെല്ലോ പോയിൻറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ, മിക്സ്ഡ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഉണ്ടാവില്ല. ആൻഡ് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഇപ്പോൾ ആ റെഡും
ബ്ലൂവും കിടക്കുന്നില്ല അടുത്തടുത്ത്. ആ റെഡും ബ്ലൂവും തമ്മിൽ രണ്ടും രണ്ട് ക്ലസ്റ്ററാണ്, പക്ഷേ അതിന് ആ ഒരു കളർ കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഡിസിമിലാരിറ്റീസ് ഉണ്ടാവും. ആൻഡ് സെയിം ക്ലസ്റ്ററിൽ ഒരേ ടൈപ്പ് പോയിന്റ് മാത്രം വരും. അങ്ങനെയാണ് അതിൻ്റെ ക്വാളിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ, ചിലതിൽ ഓവർലാപ്പിംഗ് ഒക്കെ വരാം. നമ്മൾ ഐറിസ് ചെയ്തപ്പോൾ, ഐറിസ് ഡാറ്റ സെറ്റ് ചെയ്തപ്പോൾ സെറ്റോസ വിർജിനിക്ക അങ്ങനെ പറഞ്ഞിട്ട് സെറ്റോസ വിർജിനിക്ക ഒരു ടൈപ്പും കൂടി ഉണ്ടായിരുന്നല്ലോ. അതിൽ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ഏകദേശം ഫീച്ചേഴ്സ് സിമിലർ ആയിരുന്നു. അതിൻ്റെ പെറ്റൽ ലെങ്ത്ത്, പെറ്റൽ വിഡ്ത്ത്, സെപ്പൽ ലെങ്ത്ത്, സെപ്പൽ വിഡ്ത്ത് ഇതൊക്കെ ആയിരുന്നു എടുത്തായിരുന്നത്. അപ്പോൾ അതിൽ ഓവർലാപ്പ് ചെയ്ത് വരുന്നത് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഗ്രൂപ്പിങ്ങിൽ. സോ ഈ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ അത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. ഇത് 100% ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിക്കണം എന്നില്ല എപ്പോഴും. അപ്പോൾ ഈ ക്ലസ്റ്റേഴ്സിൽ ഇങ്ങനെ ജസ്റ്റ് ഡെമോയിൽ കാണിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഡാറ്റ പോയിൻറ്റ്സ് വരുമ്പോൾ അങ്ങനെയല്ലല്ലോ, ഏകദേശം സിമിലർ പോയിൻറ്റ്സ് കുറേ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൺസിഡർ ചെയ്തിട്ട് വേണം ആ ക്വാളിറ്റി എന്നുള്ളത് എടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കളേഴ്സ് ഈ ഒരു PCA TSNE അങ്ങനെ വെച്ചിട്ട് എടുക്കാം. കളേഴ്സ് നമുക്ക് ഇപ്പോൾ 2Dയിൽ പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ, അല്ലാന്നുണ്ടെങ്കിൽ 3Dയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി അതെങ്ങനെയാണ് എവിടെയൊക്കെയാണ് പോയിൻറ്റ്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ 2Dയിലാണെന്നുണ്ടെങ്കിൽ XY ഇൻ്റർസെപ്റ്റ് നോക്കിയിട്ടാണ് ആ ഒരു പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്യുന്നത്. എക്സിൽ എത്ര ഡയറക്ഷൻ പോകണം, വൈയിൽ എത്ര ഡയറക്ഷൻ പോകണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഓരോ പോയിൻറ്റ്സ്. സ്കാറ്റർ പ്ലോട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരുപാട് പോയിൻറ്റ്സ്. ഇതിപ്പോൾ സ്കാറ്റർ പ്ലോട്ട് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കളറും ഇതൊക്കെ വെച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റണില്ലേ. അപ്പോൾ അതേപോലെ തന്നെ കുറച്ചുകൂടി ആ ഹൈ ഡയമെൻഷനിലേക്ക് വയ്ക്കുമ്പോൾ അതാണ് PCയിലും TSNE മാപ്പിലൊക്കെ ചെയ്യുന്നത്. ആൻഡ് PCA എന്ന് പറഞ്ഞിട്ടുള്ളത് ലീനിയർ ടൈപ്പിന് മാത്രമുള്ളതാണ്. മറ്റേ TSNE എന്നൊക്കെ പറയുമ്പോൾ കുറച്ചുകൂടി ഈ ഒരു വിഷ്വലൈസേഷൻ ഫോക്കസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഈ ക്ലസ്റ്റർ ക്വാളിറ്റി അതൊക്കെ. സോ അതിന് വേണ്ടിയിട്ടാണ് PCA TSNE എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മെത്തേഡ്സൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ ഒരു പ്ലോട്ടിങ് കറക്റ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഒരു ഐഡിയ ഉണ്ടാവും എവിടെയൊക്കെയാണ് പോയിൻറ്റ്സ് വരുന്നത്, ഏതൊക്കെയാണ് ഓവർലാപ്പ് ചെയ്ത് വരുന്ന പോയിൻറ്റ്സ് എന്നൊക്കെ. ഓക്കെ, ക്ലാസ് കേട്ടായിരുന്നോ? തിയറി ലാസ്റ്റ് ഇതിൻ്റെ നോക്കിയായിരുന്നോ? പോയിട്ട് നോക്കണേ. ഇതിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്തായിരുന്നത് ഇൻപുട്ടും ഔട്ട്പുട്ടും വെച്ചിട്ടാണ് ചെയ്തായിരുന്നത്. ഇതിലോട്ട് വരുമ്പോൾ ഇതിൽ ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫീച്ചേഴ്സ് ആൻഡ് ലേബൽസ് ആയിട്ട് പറയാം. ലേബൽസിന് ഇപ്പോൾ മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഫീച്ചേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ആ ലേബൽസ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ക്യാറ്റാണോ ഡോഗാണോ എന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാറ്റിൻ്റെ ഫീച്ചേഴ്സ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ലേബൽ ഇടുന്നത് ക്യാറ്റ് എന്നാണ്. സോ ഇതിൽ ഫീച്ചേഴ്സും ലേബൽസും ഉണ്ടാവണമെന്നില്ല, ലേബലിംഗ് ഉണ്ടാവണമെന്നില്ല. ഒരു ഗ്രൂപ്പിംഗ് ആണ് ചെയ്യുന്നത്. സിമിലർ പോയിൻറ്റ്സ് എന്ന് അണ്ടർലൈൻ പാറ്റേൺസ് ഫൈൻഡ് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പിംഗ് ആണ് ചെയ്യുക. സോ അതിൽ എത്ര ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. ഓക്കെ, ആ ഗ്രൂപ്പിൽ എന്തോരം പോയിൻറ്റ്സ് വരുന്നുണ്ടെന്ന് ഇതിലിപ്പോൾ സിമിലർ നമ്പർ ഓഫ് പോയിൻറ്റ്സ്, സിമിലർ അല്ല സെയിം നമ്പർ ഓഫ് പോയിൻറ്റ്സ് വരണമെന്നില്ല, എത്ര വേണമെങ്കിലും വരാം. ഇപ്പോൾ കുറേ അധികം ഡാറ്റ ഉണ്ട്, നമുക്ക് ഇംബാലൻസ് ഡാറ്റയൊക്കെ വരില്ലേ, അതുപോലെ വേണമെങ്കിലും വരാം. ആൻഡ് ഇത്ര നമ്പർ ഓഫ് പോയിൻറ്റ്സ് വരണമെന്നില്ല, പക്ഷെ ആ ഒരു സിംഗിൾ ക്ലസ്റ്ററിൽ ആ ഒരു സിമിലർ പോയിൻറ്റ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ആ ഒരു ഗ്രീൻ എന്നുള്ളതിലാണെന്നുണ്ടെങ്കിൽ ഗ്രീനിൻ്റെ പോയിൻറ്റ്സ് മാത്രമേ മാക്സിമം വരാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിലാണ് ആ ഒരു ക്ലസ്റ്റർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഡിസിമിലാരിറ്റീസും ഉണ്ടാകും. ഓക്കെ, അതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്. ആൻഡ് K മീൻസിൽ ഒരു റൗണ്ടഡ് ഷേപ്പ് ക്ലസ്റ്റേഴ്സ് മാത്രമേ വരുള്ളൂ. വേറെ ടൈപ്പ് ക്ലസ്റ്റേഴ്സൊക്കെ വരുമ്പോൾ DB സ്കാൻ അങ്ങനത്തെ മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പിൽ പോയിൻറ്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴാണ് ആ ഒരു ഷേപ്പ് ചേഞ്ചൊക്കെ വരുന്നത്. ഇപ്പോൾ ലൈക്ക് ഈ മൂൺ ടൈപ്പ് അങ്ങനെയൊക്കെ വരുമ്പോൾ DB സ്കാൻ ആ ഒരു ടൈപ്പൊക്കെയാണ് യൂസ് ചെയ്യുക. K മീൻസിൽ ഏകദേശം ഈ ഒരു റൗണ്ടഡ് സ്ട്രക്ചർ മാത്രമേ വരുള്ളൂ, ഗ്ലോബ് അല്ലെങ്കിൽ റൗണ്ടഡ് സ്ട്രക്ചർ. പിന്നെ അതിൻ്റെ ബേസ് കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പോയിന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട്
ജസ്റ്റ് ആ ഒരു പോയിന്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഒരു പോയിന്റിലെത്തുമ്പോൾ അവിടെ നിന്ന് ആ പോയിന്റിൽ നിന്ന് ആ എല്ലാ ക്ലസ്റ്ററിലെ എല്ലാ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് മിനിമം ആവും. ഇപ്പോൾ ആ ഒരു വയലറ്റിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ് ആ ഒരു വൈറ്റ് ലൈനുള്ള ഇതില്ലേ, അതാണ് സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെൻട്രോയിഡിൽ നിന്ന് എല്ലാ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് വിത്തിൻ ക്ലസ്റ്റർ സെയിം ആയിരിക്കും. സെയിം എന്നല്ല, ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിരിക്കും. അതിന് യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ബേസ് കോൺസെപ്റ്റ്. അതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് എൽബോ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ ഫ്ലാറ്റൻ ആവുന്ന ലൈനിൻ്റെ തൊട്ട് മുന്നേ വരെ ഉള്ള പോയിന്റ്സ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ സിൽഹൗട്ട് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ റേഞ്ച് -1 to +1 എന്നുള്ളതാണ്. ഇതിൽ കെ എന്ന് പറഞ്ഞാൽ എന്താ, ക്ലസ്റ്റേഴ്സ്. ആ ക്ലസ്റ്റേഴ്സിൻ്റെ ഓരോ കെ വാല്യൂവിനും ഹയർ സ്കോർ വരുമ്പോൾ അതാണ് യൂസ് ചെയ്യുക. ആവറേജ് സിൽഹൗട്ട് സ്കോർ എന്ന് പറഞ്ഞിട്ട് ബെറ്റർ ക്ലസ്റ്റേഴ്സ് എവിടെയാണ് കിട്ടുക. നമ്മളിപ്പോൾ നേരത്തെ എത്ര ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യണം എന്നുള്ളതാണ് നോക്കണം. ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ, ഇമേജ് കംപ്രഷൻ, ഡോക്യുമെൻറ്റ് ക്ലസ്റ്ററിങ്, ജിയോഗ്രാഫിക് സെഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. ഇതൊരു ചെറിയ ഡാറ്റ സെറ്റാണ്, പക്ഷേ PC ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് കൂടുതലുള്ള യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിപ്പോൾ ഇതിന്ന് ആകെ 2-3 ഫീച്ചറല്ലേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ജെൻഡർ, ഏജ്, ആനുവൽ ഇൻകം, സ്പെൻഡിങ് സ്കോർ, ചിലപ്പോൾ കസ്റ്റമർ ID ഇമ്പോർട്ടൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുറച്ചുകൂടി ഫീച്ചേഴ്സ് ഉള്ളതിൽ ചെയ്യുകയെന്നുണ്ടെങ്കിൽ ബെറ്ററായിട്ട് വർക്ക് ചെയ്യും PC ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ. ആൻഡ് ഇതിൽ നോക്കുമ്പോൾ ഫസ്റ്റ് കസ്റ്റമർ ID എന്നുള്ളതുണ്ട്. മേ ബി ഇമ്പോർട്ടൻ്റ് ആവും, അല്ലായിരിക്കും. അത് ഡാറ്റ നോക്കിയിട്ട് ഡ്രോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കീപ്പ് ചെയ്യുക. ദെൻ ജെൻഡർ മെയിൽ ഫീമെയിൽ എന്നുള്ള ടൈപ്പ്. ഏജ് ഉണ്ട്, ആനുവൽ ഇൻകം ഡോളറിലാണ് വന്നേക്കുന്നത്. സോ ആ ഒരു ഇത്. ദെൻ സ്പെൻഡിങ് സ്കോർ 1 to 100 എന്നാണ്. ഇതിൽ ആക്ച്വലി പ്രഡിക്റ്റ് ചെയ്യുന്നത് ആ ഒരു ബിഹേവിയർ, കസ്റ്റമർ സെഗ്മെൻറ്റേഷനാണ് എടുക്കുന്നത്. ആ കസ്റ്റമർ ഏതിൽ പെടുന്നു എന്നുള്ളത്. ഇപ്പോൾ ഇതിൽ PC1 വായിച്ചോ, നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ ഒരു 2-3 മെത്തേഡൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ഒരു PC1 എന്നുള്ള മെത്തേഡ് എടുത്തില്ലേ. അപ്പോൾ അതേപോലെ ഈ ഒരു പാറ്റേൺസ് വെച്ചിട്ട് ആ കസ്റ്റമർ ഏത് സെഗ്മെൻറ്റിൽ പെടുന്നു. ഇപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രീമിയം ഉണ്ടാവും, ഒരു നോർമൽ യൂസേജ് ഉണ്ടാവും, അതിൻ്റെ താഴത്തോട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ലസ്റ്ററിങ് നടക്കുക. ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഉണ്ടാവും. ആ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിൽ നമുക്ക് ഓരോ സെഗ്മെൻറ്റിലേക്കും ഇപ്പോൾ ഓരോ കസ്റ്റമറായിട്ട് എടുത്തു വയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, അതിൽ ആ ഗ്രൂപ്പിങ്ങിൽ വരുന്നതാണ് നേരത്തെ കാണിച്ച പോലെ ഒരു ക്ലസ്റ്റേഴ്സിലുള്ള പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ആ പോയിൻറ്റ്സ് ആണ് ഇവിടെ കസ്റ്റമറായിട്ട് വരിക. അപ്പോൾ ഒരു ക്ലസ്റ്ററിൽ സിമിലർ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് വരുമ്പോൾ അവരുടെ ആ ഒരു സ്പെൻഡ് ബിഹേവിയറോ എന്തെങ്കിലുമൊക്കെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ കസ്റ്റമർ സെഗ്മെൻറ്റേഷൻ ആണെന്നുണ്ടെങ്കിൽ മെയിനായിട്ട് അവിടെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെ ആയിരിക്കും. അവരുടെ ഇൻകം അഫക്റ്റ് ചെയ്യും, ആൻഡ് സ്പെൻഡിങ് സ്കോർ അഫക്റ്റ് ചെയ്യും. ഏജ് മാറ്ററാണ്, കാരണം നമ്മളിപ്പോൾ ഒരു 90-20 ആ ഒരു ഏജൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്ര ഇൻകം ഉണ്ടാവില്ല. അതിൻ്റെ ഒരു 35-40 ആ റേഞ്ചിലൊക്കെയാണ് കുറച്ചുകൂടി സ്പെൻഡിങ്ങും ഇതൊക്കെ കൂടുതലുള്ള ആൾക്കാരാവും. റെയർലി ഒരു 20 to 30 അവിടെ അത്യാവശ്യം വരുന്ന ആൾക്കാരുണ്ടാവും, ഇൻകവും കാര്യങ്ങളൊക്കെ സ്പെൻഡിങ്ങും ഒക്കെ വരുന്നത്. പക്ഷെ അത് കോമൺ ആയിരിക്കില്ല. നോർമലി നമ്മുടെ ഒരു റിയൽ വേൾഡ് പാറ്റേൺ അങ്ങനെയാണ്. സോ ഈ പാറ്റേൺസ് ഒക്കെ അനലൈസ് ചെയ്തിട്ടാണ് ആ ഒരു കസ്റ്റമറിനെ ഏത് സെഗ്മെൻറ്റിൽ പെടുന്നു എന്ന് പറഞ്ഞിട്ട് അത് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ലേബൽസ് ഇല്ല, നമ്മൾ ആ ഗ്രൂപ്പിംഗ് ആണ് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇതാണ് അൺസൂപ്പർവൈസ്ഡ് ലേണിങ്ങിൽ വരുന്ന മെത്തേഡ്. അതിൻ്റെ ഫസ്റ്റ് ടൈപ്പാണ് ഈ ഒരു കെ മീൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിലാകെ ഒരു 200 റോസേ ഉള്ളൂ ആൻഡ് 5 കോളംസ്. ആൻഡ് ഇൻഫോയിൽ ചെക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല. ആൻഡ് ഇൻഡ് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ദെൻ നോർമൽ മെമ്മറി യൂസേജ് ആണ് വരുന്നത്. ഒരുപാട് എൻട്രീസ് ഒന്നുമില്ല. ദെൻ ഡിസ്ക്രൈബ് എന്നുള്ളതിൽ ട്രാൻസ്പോസും കൂടി അപ്ലൈ ചെയ്തിട്ട് അന്ന് ചെയ്ത പോലെ
ജസ്റ്റ് പ്രിൻ്റ് ചെയ്യിപ്പിച്ചേക്കുന്നത്. അതിൽ കസ്റ്റമർ ഐ ഡി 200, അതിൻ്റെ ആവറേജ് 150 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഐ ഡി ഇമ്പോർട്ടൻ്റ് ആണോ നോക്കണം, അല്ലാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ദെൻ ഏജ് എന്നുള്ളത് ടോട്ടൽ കൗണ്ട് 200 വരുന്നുണ്ട്. ദെൻ ആവറേജ് 38.85, ആവറേജ് ഏജ് വരുന്നത് 38 വയസ്സാണ്. ദെൻ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 13, മിനിമം ഏജ് വരുന്നത് 18, മാക്സിമം ഏജ് വരുന്നത് 70. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് തന്നേക്കുന്നത് ഏജിൻ്റെ. സോ കുഴപ്പമില്ലാണ്ട് ഇതുണ്ട്. ദെൻ 25, 50, 75 ഔട്ട്ലേയേഴ്സ് വരാൻ ചാൻസ് ഇല്ല. ഓക്കെ. ദെൻ ആനുവൽ ഇൻകം തന്നേക്കണത് ആവറേജ് ഒരു 60.56, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മിനിമം 50.0, മാക്സിമം വരുന്നത് 137, 75%. മാക്സിമം നോക്കുമ്പോൾ വലിയ ഒരുപാട് വ്യത്യാസം ഉണ്ടാവില്ല, കാരണം ഇതൊന്ന് 25% ഇൻക്രീസ് ആവുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ വലിയ ഇൻക്രീസ് ഒന്നുമില്ല. സ്പെൻഡിങ് സ്കോർ, ട്രാൻസ്പോസ്, പിന്നെ അടുത്ത എന്നത് നമ്മൾ മിസ്സിംഗ് വാല്യൂസ് ഇല്ല, വേണമെങ്കിൽ ഉണ്ടായി ചെയ്താൽ മതി. ദെൻ SNS ഡോട്ട് ഹീറ്റ് മാപ്പ് എന്ന് കൊടുക്കുക, DF ഡോട്ട് ഈസ്നൾ, ദെൻ കളർ ബാർ ഫാൾസും സെറ്റ് ചെയ്യുക, അതിൻ്റെ തീമും സെറ്റ് ചെയ്യുക. ദെൻ PLT ഡോട്ട് IT മിസ്സിംഗ് വാല്യൂ ഹീറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു ഹീറ്റ് മാപ്പിൽ DF ഡോട്ട് ഈസ്നൾ എന്നുള്ളത് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ, ബാക്കിയുള്ളത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. ഇതിൽ മിസ്സിംഗ് വാല്യൂസ് ഒന്നുമില്ല. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളന്ന് നേരത്തെ ചെയ്തായിരുന്നില്ലേ, ഏത് റോസിലാണോ അതിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. ദെൻ ഡ്യൂപ്ലിക്കേറ്റഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാണ്. 0 ആണ്, ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രോപ്പ് ഡ്യൂപ്ലിക്കേറ്റ്സ്. അതിൻ്റെ ഏജിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോൾ നമ്മൾ നോക്കിയതിൽ കൂടുതലും ഇമ്പാക്റ്റ് വരുന്ന ആ ഒരു ആനുവൽ ഇൻകം, സ്പെൻഡിങ് സ്കോർ, ഏജ്, കസ്റ്റമർ ഐ ഡി അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല. പിന്നെ എന്തുണ്ടായിരുന്നത് 5 അല്ലേ, ജെൻഡർ അത് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ജെൻഡർ മേ ബി ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ഫീമെയിലാണോ മെയിലാണോ എന്ന് നോക്കിയിട്ട് അവർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല. വിമൺ എൻ്റർപ്രണേഴ്സ് അങ്ങനത്തെ സെഗ്മെൻറ്റ്സും ഇതൊക്കെ ഉണ്ടല്ലോ. സോ മേ ബി സെയിം ആയിരിക്കും, അല്ലെങ്കിൽ ഡാറ്റയ്ക്ക് അനുസരിച്ചിട്ട് ചേഞ്ച് വരും. റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് ആലോചിക്കുക. സോ ഏജ് ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഏജ് മീൻസ് 20 PD. ഇതിൽ ഏത് ഏജിലാണ് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്? ആ 35 to ഒരു 30 to 40 പറയാൻ പറ്റില്ല, ഒരു 35, 36 മേ ബി ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. കാരണം ഇവിടെയാണ് ഗ്രാഫ് കൂടുതൽ വരുന്നത്, അതാണ് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. സെക്കൻഡ് മോസ്റ്റ് വരുന്നത് ഈ ഒരു 48, 49 ആ റേഞ്ചിലാണ്. പിന്നെ തേർഡ് ഒരു 22 ആ റേഞ്ചിലൊക്കെയാണ് ബാക്കിയുള്ള ഡിസ്ട്രിബ്യൂഷൻസ് വരുന്നത്. ഏറ്റവും കുറവ് വരുന്നത് മേ ബി ഒരു 58 ആ റേഞ്ചിലായിരിക്കും. 57, 58 ആ റേഞ്ചിലായിരിക്കും ഏറ്റവും കുറവ് ഡിസ്ട്രിബ്യൂഷൻസ് ഇതിൽ വരുന്നത്. ആൻഡ് അതായിരിക്കും നമ്മുടെ ഇൻസൈറ്റ്സ്. സോ അത് റിയൽ വേൾഡുമായിട്ട് കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 20 to 30 എന്നുള്ള റേഞ്ചിൽ ചിലപ്പോൾ കുറവാണ്. ഒരു 35 to ഒരു 45 50 മേ ബി ഒരു 50 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 50, 60 ആ റേഞ്ചിലൊക്കെ റിട്ടയർഡ് ആവുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ബിസിനസ് അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ആ ഒരു അറൗണ്ട് 50 ഒരു സ്പൈക്ക് ഉണ്ടോ, ഒരു 49, 50 ആ ഒരു ഏജ് വരെ ആയിരിക്കും ആൾക്കാരിങ്ങനെ പ്ലാൻ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതും
ആൻഡ് ആനുവൽ ഇൻകം അങ്ങനെയൊക്കെ വരുന്നുണ്ടല്ലോ. സോ അതിൽ ബിസിനസ് ആയാലും ഈ ഒരു ജോബായാലും അവിടെ ഒരു സ്പൈക്ക് വരുന്നുണ്ട്. അതാണ് ആ ഒരു എൻഡ് ഓഫ് 49 ആ ഒരു ടേമിൽ സ്പൈക്ക് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ മേ ബി ഒരു ബിസിനസ് അങ്ങനത്തെ കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവിടെ നിന്ന് കുറച്ച് മൂവ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു 60 ആ ഒരു റേഞ്ചിൽ കുറേ പേരൊക്കെ റിട്ടയർഡ് ആവുന്ന ആ ഒരു കേസൊക്കെ ഉണ്ട്. ദെൻ ഇവിടെ ആ ഒരു സ്റ്റെബിലിറ്റി വരുന്ന ടേമില്ലേ, ഒരു 35-40 വരെയൊക്കെ ഏകദേശം ഒരു ഹൈയിൽ വരും. അതാണ് നമ്മൾ കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ അത് വരുന്നത്. പിന്നെ ഒരു 20s കുറച്ചുകൂടി സ്പെൻഡിങ്ങും ഇതൊക്കെ വരുന്നത്. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏജ് ഡിസ്ട്രിബ്യൂഷൻ. സോ ക്ലിയർ ആണോ? ആൻഡ് ആനുവൽ ഇൻകം ഇതേപോലെ തന്നെ വരുന്നത് ഏറ്റവും കൂടുതൽ ഇൻകം വരുന്നത് 60-80 ആ ഒരു ടേംസിലാണ് ആനുവൽ ഇൻകം. കാരണം ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് കുറച്ചുകൂടി ഹൈ ആയിട്ട് ഇവിടെ നിന്ന് വരുന്നുണ്ട്. 20s കുറേ വർക്ക് വരുന്നുണ്ട്. ആൻഡ് 60 ഏറ്റവും ഹൈ ആവുന്നുണ്ട് ആനുവൽ ഇൻകം. ഓക്കെ, ഇതിൽ കൗണ്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഏറ്റവും കൂടുതൽ വരുന്നതാണ്, ഏജ് അല്ല കേട്ടോ. ഏറ്റവും കൂടുതൽ കൗണ്ട് വരുന്ന ഒരു മേ ബി $60K കേട്ടോ, $60,000. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് $60,000. പിന്നെ വരുന്നത് $20,000. 18K ഹൈ ആയിട്ട് വരുന്നത്. ഏറ്റവും കുറവ് ഡിസ്ട്രിബ്യൂഷൻസ് ഒരു മേ ബി ബിസിനസ് ടൈപ്പൊക്കെ ഉണ്ടാവില്ലേ, CEOs ആ ഒരു ടൈപ്പൊക്കെ വരുമ്പോഴാണ് കുറച്ച് ആൾക്കാരുള്ളൂ. ഇത് കൗണ്ട് മാത്രമാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് മാത്രമാണ് ഇവിടെ വെക്കുന്നത്. ഒരുപാട് അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ആൻഡ് ഇവിടെ വരുമ്പോൾ ഒരു 20 മേ ബി ഒരു $25K വരുമ്പോൾ കുറച്ചുകൂടി കുറവ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു 100K തൊട്ട് മുന്നേ കുറച്ച് ലോവർ വരുന്നുണ്ട്. 100K കഴിഞ്ഞിട്ടും കുറച്ച് ലോവർ വരുന്നുണ്ട്. സോ ഒരു 200 ഡാറ്റയൊക്കെ ഉള്ളൂ. മേ ബി വേറെ ഡാറ്റ സെറ്റ് വരുമ്പോൾ കൂടുതൽ വരുമായിരിക്കും. ആൻഡ് ഇവരുടെ സ്പെൻഡിങ് സ്കോർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അത് സ്പെൻഡിങ് സ്കോർ ഒരു നമ്പറായിട്ട് തന്നേക്കണേ, ഒരു സ്കോറായിട്ട് തന്നേക്കണേ. നമുക്കിപ്പോൾ അക്യുറസി സ്കോറൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതേപോലെ ഒരു സ്കോറായിട്ട് 1 to 100. ഹയർ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് ഉണ്ടാകുന്ന ഒരു ടൈപ്പൊക്കെ ആയിരിക്കും. ലോവർ ആകുമ്പോൾ അതിനനുസരിച്ചിട്ട് കുറവായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്പെൻഡിങ് വരുന്നത്, സ്പെൻഡിങ് സ്കോർ വരുന്നത് ഏകദേശം ഒരു 58-59 മേ ബി 55 to ബിഫോർ 60 ആ റേഞ്ചിലാണ് കൂടുതൽ വരുന്നത്. ആൻഡ് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത് ആ ഒരു 40 to 60 എന്നുള്ള റേഞ്ചിൽ തന്നെയാണ്. സോ കൂടുതൽ സ്കോറും വരുന്നത് ആ ഒരു ഇതിലാണ്. പിന്നെ സെക്കൻഡ് മോസ്റ്റ് വരുന്നത് 78-79 ആ റേഞ്ചിൽ. ഏറ്റവും കുറവ് വരുന്നത് 20 to 25 ആ റേഞ്ചിലായിരിക്കും. അതാണ് ഏറ്റവും കുറവ് സ്പെൻഡിങ് സ്കോർ വരുന്നത്. പിന്നെ നെക്സ്റ്റ് ജെൻഡർ ഡിസ്ട്രിബ്യൂഷൻ. ഒരുപാട് വ്യത്യാസമില്ല ഒരു സ്പെൻഡിങ്ങിൽ. ഇതിലിപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. എത്ര മെയിൽസ് ഉണ്ട് എത്ര ഫീമെയിൽസ് ഉണ്ട് അത് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഹിയോ ഒന്നും പാസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൽ SNS ഡോട്ട് കൗണ്ട് പ്ലോട്ട് ചെക്ക് ചെയ്യുന്ന ഡാറ്റ DF എന്ന് പറഞ്ഞിട്ട് x ജെൻഡർ എന്ന് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. സോ കൗണ്ട് പ്ലോട്ട് മാത്രമേ നോക്കുന്നുള്ളൂ. ജെൻഡർ കൗണ്ട് മെയിൽ ഒരു മേ ബി 85-90 ആ ഒരു അത്രയും കൗണ്ടുള്ളൂ. ബാക്കിയുള്ളത് ഫീമെയിൽ എന്നുള്ളതാണ്. ദെൻ ഏജിൽ ഔട്ട്ലെയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു നമ്മൾ ഡിസ്ക്രൈബ് ചെക്ക് ചെയ്തപ്പോൾ. അപ്പോൾ ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് ഉള്ളത്. കുറച്ച് വാല്യൂസ് പുറത്ത് ഉണ്ട്, അത്രേ ഉള്ളൂ. സോ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ബോക്സില്ലേ 25 to 75 ആണ് അത് കാണിക്കുന്നത്. ഇവിടെ നിന്നാണല്ലേ 25 to 75 ഏകദേശം ആ ഒരു റേഞ്ചാണ് കാണിക്കുക. ആ നോർമൽ ഡിസ്ട്രിബ്യൂഷനാണ് ഈ ബോക്സ് പ്ലോട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സ്കെയിലിങ് കാണിക്കുന്നത്. ബാക്കിയുള്ളത് അതിൻ്റെ മിനിമം മാക്സിമം ഉള്ളത്. മിനിമം എത്രയായിരുന്നു? 18 മിനിമം വന്നായിരുന്നത്. സോ ഇവിടെയാണ് അത് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു എൻഡില്ലേ ലെഫ്റ്റ്, അത് ദെൻ 50% എത്രയാണ് നോക്കുക, അതായിരിക്കും ഇവിടെ വരുന്നത്.
ഈ പോയിന്റില്ലേ അത്, പിന്നെ മാക്സിമം വാല്യൂ ആയിരിക്കും ഇത് വരുന്നത്. അങ്ങനെയാണ് ബോക്സ് പ്ലോട്ട് വെക്കുക. സോ ഇതിൻ്റെ താഴത്തേക്ക് അല്ലെങ്കിൽ ഏറ്റവും ഹയസ്റ്റിലേക്ക് വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ ഔട്ട്ലയേഴ്സ് ആയിട്ട് കാണിക്കുക. ചിലത് അവിടെ കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഔട്ട്ലയേഴ്സ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പിന്നെ അതിൻ്റെ പുറത്തേക്ക് നല്ലോണം പുറത്തേക്ക് നിൽക്കില്ലേ, അപ്പോൾ അന്ന് നമ്മൾ നോക്കിയപ്പോൾ ഒരു $5000 ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഒരു ഹോട്ടലിൻ്റെ ഇതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രമാണ് അതെടുക്കാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഇവിടെ ഇപ്പോൾ കുറേ വാല്യൂസ് ഉണ്ടെന്ന് വയ്ക്കുക ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അത് ഒരുപാട് വാല്യൂസ് അവിടെ വരുന്നുണ്ട്. സോ അത് അങ്ങനെ ഔട്ട്ലയേഴ്സ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. ആൻഡ് അഗെയിൻ ഇൻകം ഒന്ന് ബോക്സ് പ്ലോട്ടിൽ ഇടുക. ഒരു എത്രയാണ് 140 റേഞ്ചിൽ അതിൻ്റെ പുറത്തേക്ക് വരുന്നുണ്ട്. മേ ബി CEO ടൈപ്പൊക്കെ വരുന്നതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. ഒരു ഹയർ ഇൻകം $140K എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആനുവൽ ഇൻകം കിട്ടുന്ന ആൾക്കാരുണ്ടായിരിക്കാം. ഇതിപ്പോൾ കുറച്ച് ഡാറ്റയേ ഉള്ളൂ. സ്റ്റിൽ അവർ ക്രിയേറ്റ് ചെയ്ത ഡാറ്റയിൽ 140K ഒക്കെ ഏൺ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ടായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഔട്ട്ലെയറാണ്. സോ ആളുടെ ഇങ്ങനെ വരുമ്പോൾ ആളുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സും കൂടി ചെക്ക് ചെയ്തിട്ട് ഇപ്പോൾ ആനുവൽ ഇൻകം സ്പെൻഡിങ് ബിഹേവിയറും ചിലപ്പോൾ ഹൈ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാമല്ലോ. ഇപ്പോൾ അത്ര അൾട്രാ റിച്ച് ഒക്കെ ആണ്, ആ ഒരു ടൈപ്പിലാണ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഔട്ട്ലെയർ അല്ലാന്നുണ്ടെങ്കിൽ അത് ഔട്ട്ലെയറാണ്. സ്പെൻഡിങ് സ്കോറിലും പ്ലോട്ട് ചെയ്യുകയാണ്. XDF ഓഫ് സ്പെൻഡിങ് സ്കോർ 1 to 100 ആ ഒരു സെയിം നെയിം തന്നെ പാസ് ചെയ്യണേ. പിന്നെ അതിൽ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു 0 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്പെൻഡിങ് സ്കോർ. ദെൻ 100 ആ റേഞ്ച് വരെയാണ് നോർമലി പോകുന്നത്. ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു മേ ബി ഒരു 30 to 75 ആ റേഞ്ചിലൊക്കെ ആയിരിക്കും ഒരു സ്കോറിങ് വന്നായിരുന്നു. നമ്മൾ ആ ഒരു കൗണ്ട് പ്ലോട്ട് എന്തോ പ്ലോട്ട് ചെയ്തില്ലേ, അതുതന്നെ ഔട്ട്ലയേഴ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നതേ ഉള്ളൂ. ഒരു 35 to 38 37 38 to 80 വരെയൊക്കെയാണ് ഒരു ഹൈ കൗണ്ട് വരുന്നത്. അത് തന്നെ ആയിരിക്കും അവിടെ ആ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുന്നത്. ഏജിൻ്റെ കഴിഞ്ഞിട്ട് ഇൻകം അല്ലല്ലോ, സ്പെൻഡിങ് സ്കോർ അല്ലേ. ഓക്കെ, ഒരു 37 to നിയർലി 80 ആണ് ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. 25 to 75 ബാക്കിയുള്ളതാണ് പുറത്തോട്ട് വരുന്ന വാല്യൂസ്. ഔട്ട്ലയേഴ്സും അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇതിലിപ്പോൾ ഒരു ഒബ്ജക്റ്റ് ടൈപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോറിലേഷൻ ചെക്ക് ചെയ്യാണ് ഓരോന്നിൻ്റെയും. DF ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് DF കോപ്പി എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യുകയാണ്. ഡാറ്റ ഫ്രെയിം കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട്. ദെൻ DF ഓഫ് കോറിലേഷൻ ജെൻഡർ, ഇത് ന്യൂമറിക്ക് മാത്രമല്ലേ വർക്ക് ആവുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. DF ഓഫ് കോറിലേഷൻ ജെൻഡർ ആ കോളത്തിനെ തന്നെ ചേഞ്ച് ചെയ്യുകയാണ്. DF ഓഫ് കോറിലേഷൻ ജെൻഡർ എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്തിട്ട് ഡോട്ട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെയിലും ഫീമെയിലും കൊടുക്കില്ലേ, മെയിലിന് 0 കൊടുത്തു, ഫീമെയിലിന് 1 കൊടുത്തു. ദെൻ സൈസ് സെറ്റ് ചെയ്തു. SNS ഡോട്ട് ഹീറ്റ് മാപ്പ് ഏതാണോ പാസ് ചെയ്യേണ്ടത് അല്ല എന്ത് വെച്ചിട്ടാണോ പ്ലോട്ട് ചെയ്യേണ്ടത് അത് പ്ലോട്ട് ചെയ്ത് കൊടുക്കുക. DF ഓഫ് കോറിലേഷൻ ഡോട്ട് കോറിലേഷൻ. സോ ഇതിൻ്റെ കോറിലേഷൻ കളക്ട് ചെയ്യാനുള്ള മെത്തേഡാണ് DF ഓഫ് കോറിലേഷൻ എന്ന് പറയുന്നത്. DF ഓഫ് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ പാസ് ചെയ്തേക്കണേ, നേരത്തെ പാസ് ചെയ്ത ആ ഒരു DF കോറിലേഷൻ അത് ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിമാണ്. ഡാറ്റ ഫ്രെയിമിൻ്റെ നെയിം എന്ന് ഡോട്ട് കോറിലേഷൻ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യുക. അപ്പോൾ അതിൽ വാല്യൂസ് ആണ് ഉണ്ടാവുക, കോറിലേഷൻ വാല്യൂസ് ആണ് ഉണ്ടാവുക. കൺഫ്യൂസ് ആവണ്ടാവും, മനസ്സിലായത്? DF എന്താണ്? ഡാറ്റ ഫ്രെയിം. ഡാറ്റ ഫ്രെയിമിൽ ഡോട്ട് കോപ്പി എന്നുള്ള മെത്തേഡ് കൊടുത്ത് എന്താ പറയുക, അതിൻ്റെ കോപ്പി. ഇതിൻ്റെ DF കോറിലേഷൻ ഡോട്ട് കോറിലേഷൻ എന്നുള്ള മെത്തേഡാണ് കോൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഈ കോറിലേഷൻ വാല്യൂസ് ആണ് ഉണ്ടാവുക. കൺഫ്യൂസിങ് ആണെന്നുണ്ടെങ്കിൽ വേറെ നെയിം കൊടുക്കുക. ആൻഡ് അനോട്ടേഷൻ നമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ്
സി മാപ്പ്, കളർ മാപ്പ്, കൂൾ മാപ്പ് ഫോർമാറ്റ് 2 ഫ്ലോട്ടിംഗ് പോയിന്റ് വരെയാണ് പ്രിൻ്റ് ചെയ്യിക്കേണ്ടത്. 2F എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഇൻറ്റീജർ ആണെന്നുണ്ടെങ്കിൽ D എന്നുള്ള ഫോർമാറ്റ് കൊടുക്കും. റൗണ്ടോ 6 എന്നുള്ള ആ ഫോർമാറ്റിങ്ങിൻ്റെ ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഫ്ലോട്ടിങ് അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഈ SNS ഫോർമാറ്റിംഗ് എങ്ങനെ ചെയ്യാം. എഫ് എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, D എന്നുള്ളത് ഇൻറ്റീജർ, പിന്നെ വേറെന്തല്ലോ എസ് സ്ട്രിങ്ങിൻ്റെ, അങ്ങനെ കുറച്ച് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ടൈറ്റിലും ഷോയും വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തു. സോ അതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ആനുവൽ ഇൻകവും കസ്റ്റമർ ID-യും തമ്മിൽ ഹൈ കോറിലേഷൻ ഉണ്ട്. 98 ആനുവൽ ഇൻകം കസ്റ്റമർ ID ഇങ്ങനെയല്ലേ ചെക്ക് ചെയ്യുക. ഏത് ID മേ ബി ഡ്രോപ്പ് ചെയ്യും. ഏത് കോറിലേഷൻ ഉണ്ടോന്നോ? ആനുവൽ ഇൻകം കസ്റ്റമർ ID രണ്ടും ഇതിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ 2 ഭാഗത്തും വരൂലേ, അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഒരു ഡയഗണൽസ് മാത്രം എടുത്തിട്ട് ഒരു പാർട്ട് മാത്രം പ്രിൻ്റ് ചെയ്യിച്ചായിരുന്നില്ലേ. അതായത് ഈ മേലത്തേക്കുള്ള പ്ലോട്ടിങ് വേണ്ട, ഏതെങ്കിലും ഒരു സൈഡിൽ മാത്രം പ്രിൻ്റ് ചെയ്യിക്കണില്ലേ. അപ്പം ഇത് കസ്റ്റമർ ID-യും പിന്നെ ഈ ഒരു എന്തായിരുന്നു ആനുവൽ ഇൻകം തമ്മിലുള്ളത് ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് എത്ര മണിക്ക്? 6:30. അതായത് ഇപ്പോൾ കസ്റ്റമർ ID-യും ആനുവൽ ഇൻകം ഒരു വട്ടം ചെക്ക് ചെയ്ത് ഇവിടെ, അപ്പോൾ അത് തന്നെയാണ് നേരെ തിരിച്ചും ചെക്ക് ചെയ്യുന്നത്. കസ്റ്റമർ ID-യും ആനുവൽ ഇൻകം. അപ്പോൾ ഒരു സൈഡ് മാത്രം നോക്കിയാൽ മതി, ഒരെണ്ണം മാത്രം നോക്കിയാൽ പോരെ. കോറിലേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ കിട്ടും. അപ്പോൾ അതുവരെയാണ് ഇങ്ങനെ എടുത്തിട്ട് ചില ടൈപ്പിൽ കാണുന്നത് കേട്ടോ. ഇപ്പോൾ ഫുള്ള് ഇങ്ങനെ സ്ക്വയർഡായിട്ട് എല്ലാ ഭാഗത്തും പ്ലോട്ട് ചെയ്യണമെന്നില്ല. നിനക്ക് ഇവിടെ ഇരുന്നിട്ട് കാണുമോ? കാണുന്നുണ്ടെങ്കിൽ ഇരുന്നോ, കുഴപ്പമൊന്നുമില്ല. ബാക്കിയുള്ള അത്ര കുഴപ്പമില്ല. ബാക്കിയുള്ള അത്ര കുഴപ്പമില്ല. ഈ ഒരു ഇത് മാത്രമാണ് ഹൈ കോറിലേഷൻ വരുന്നുള്ളൂ, 98 എന്നുള്ള ടൈപ്പിൽ. അപ്പോൾ കസ്റ്റമർ ID ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ചെയ്യാന്നുണ്ടെങ്കിൽ പിന്നെ ആ ഒരു ഇഷ്യൂ വരില്ല. എന്താണ് നോക്കുന്നത്? എന്താണ് കുറേ ദിവസം കഴിഞ്ഞിട്ട് എല്ലാവരും കണ്ടന്റ് അതുണ്ടോ? ഇന്നലെ പോവാണോ? പോയി. ഓക്കെ, അപ്പോൾ അത്രയാണ് EDAയുടെ പാട്ട്. പിന്നെ വരുന്നത് അത് കോളം ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പിൽ ഡ്രോപ്പ് ചെയ്യില്ലേ, അതേപോലെ വേണമെങ്കിൽ ഒരു കോപ്പി എടുത്ത് വെച്ചാൽ മതി. അത് വരുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി അങ്ങനെ കാണിച്ചെന്നുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം അങ്ങനെ ഡീപ്പായിട്ടൊന്നും നോക്കിയിട്ടില്ല ഇതിൽ. പെയർ പ്ലോട്ട്സ് ഇതിലിപ്പോൾ ആ ന്യൂമറിക്കലിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് നോക്കുക. അപ്പോൾ അതുകൊണ്ട് SNS ഡോട്ട് പെയർ പ്ലോട്ട് എന്നുള്ളതിൽ പെയർ പ്ലോട്ട് അറിയില്ലേ, എല്ലാം കൂടി ഇതേപോലെ തന്നെ ഹീറ്റ് മാപ്പിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇപ്പോൾ ഈ ഓരോന്നും തമ്മിലുള്ള കണക്ഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെയർ പ്ലോട്ട് യൂസ് ചെയ്യുക. DF ഡോട്ട് ഡ്രോപ്പ് കസ്റ്റമർ ID ഡ്രോപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്യാണ്. കസ്റ്റമർ ID ഈ ഒരു ഇത് തമ്മിൽ വലിയ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്യാണ്. ആക്സസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോളംസ് കളക്ട് ചെയ്യുന്ന മെത്തേഡ്. ദെൻ ഡയഗണൽ കൈൻഡ് KD എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സ്മൂത്തനിങ് ടൈപ്പ് ഇല്ലേ,
ഇപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഡയഗണൽസിൽ വരുന്നത് മൊത്തം ആ ഒരു സ്മൂത്തനിങ് ടൈപ്പ് ആയിരിക്കും. അതാണ് ഡയഗണൽ കൈൻഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തേക്കണേ. ദെൻ ഷോ ചെയ്യിപ്പിക്കുക. പിന്നെ ഓരോന്നിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻസ്. ഇപ്പോൾ ഇവിടെ എന്തായിരുന്നു ജെൻഡറും പെയർ പ്ലോട്ട്. ഇതിൽ ഹ്യൂ പാസ് ചെയ്തിട്ടില്ലല്ലോ, ഇല്ല. ഇപ്പോൾ നമ്മൾ ഹ്യൂ പാസ് ചെയ്യുന്നത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന അവിടെ ഫീച്ചേഴ്സും ലേബൽസും ഉണ്ടാവില്ലേ. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ടാർഗറ്റ് എന്താണോ അതാണ് ഹ്യൂവിൽ പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹോട്ടലിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യുകയോ ക്യാൻസൽ ചെയ്യുന്നില്ല, ഈസ് ക്യാൻസൽഡ് നോട്ട് ക്യാൻസൽഡ്, ആ ഒരു ടൈപ്പായിരിക്കും ഹ്യൂ ആയിട്ട് പാസ് ചെയ്യുന്നത്. സോ സൂപ്പർവൈസ്ഡ് വരുമ്പോൾ അങ്ങനെ ഹ്യൂ പാസ് ചെയ്യും. ഇതിലങ്ങനെ കൊടുക്കണം എന്നില്ല, കാരണം ഓരോന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പിന്നെയാണ് ഇവരുടെ ബിഹേവിയർ ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ട് നോക്കണേ. ഓക്കെ, സോ ഇതിൽ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ പോയിൻസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ ഏജും ഇവിടെ താഴത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഇത് ഹീറ്റ് മാപ്പ് നോക്കുന്ന പോലെ തന്നെയാണ് നോക്കുക. ഇപ്പോൾ ആനുവൽ സ്പെൻഡിങ് സ്കോറും ജെൻഡറും എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. ദെൻ ഏജും സ്പെൻഡിങ് സ്കോറും എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ 25 ആണ് ആളുടെ ഏജ് എങ്കിൽ ആളുടെ ഒരു സ്പെൻഡിങ് സ്കോറ് എത്രയാണെന്നുള്ളതാണ് ഈ ഒരു ഇതിലുണ്ടാവുക. 50 വരുമ്പോൾ എത്രയാണെന്നുള്ളത്, 75 എത്രയാണ്. ദെൻ ഇങ്ങോട്ട് വരുമ്പോൾ സ്പെൻഡിങ് സ്കോറും ആനുവൽ ഇൻകവും തമ്മിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ ഓരോ ഇതിലും ഉണ്ടാവും. പിന്നെ ഡയഗണൽസിൽ ആ ഒരു സ്മൂത്തനിങ് കർവ് മാത്രമാണ് ഉണ്ടാവുക. സോ ജെൻഡറും തമ്മിലുള്ള, കാരണം ഡയഗണൽസ് വരുമ്പോൾ നമുക്ക് ഈ ഒരു 1 എന്നുള്ള ടൈപ്പ് ഉണ്ടാവില്ലേ, ഇത് തന്നെയാണ് അവിടെ പെയർ പ്ലോട്ടായിട്ട് ചെക്ക് ചെയ്യുന്നത്. അതിന് കസ്റ്റമർ ഐ ഡി ഡ്രോപ്പ് ചെയ്തു എന്നുള്ളൂ. സോ ഡയഗണൽസിൽ വരുമ്പോൾ എപ്പോഴും 1 എന്നുള്ള സ്കോറാണ് ഇവിടെ വരുന്നത്. കാരണം കസ്റ്റമർ ഐ ഡിയും സെയിം അല്ലേ, ഇങ്ങനെയല്ലേ നോക്കുക, എക്സും വൈയും അല്ലേ നോക്കുക. അപ്പോൾ കസ്റ്റമർ ഐ ഡിയും തമ്മിലുള്ള കോറിലേഷൻ എത്ര ഉണ്ടെന്നാണ് നോക്കുന്നത്, സെയിം ആണ്. അപ്പോൾ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഡയഗണൽസിൽ ആ ഒരു KD ഈക്വൽ ടു ഡയഗണൽ കൈൻഡ് KD എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ കാരണം. ഓക്കെ, ഇത് ജെൻഡറും തമ്മിൽ ചെക്ക് ചെയ്യണമായിരിക്കും. അതിൻ്റെ ജസ്റ്റ് ആ ഒരു പ്ലോട്ടിങ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. KD എന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ് എന്ന് പറഞ്ഞിട്ടുള്ള ടൈപ്പാണ്. നമ്മൾ ആ ഒരു ബാർ പ്ലോട്ട്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ, ഹിസ്റ്റോഗ്രാം പ്ലോട്ട്സൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഇത് കോറിലേഷൻ ഇല്ല, ഇത് പെയർ പ്ലോട്ട്. അതായത് രണ്ട് ഫീച്ചേഴ്സ് തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട് നോക്കാൻ വേണ്ടി. മറ്റേത് കോറിലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇത് ഡയഗണൽസ് സെറ്റ് ചെയ്യണതിനനുസരിച്ചുണ്ടാവും. ഇപ്പം നമ്മൾ മറ്റേലൊക്കെ ആണെങ്കിൽ ഹിസ്റ്റോഗ്രാംസ് ഒക്കെ വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാം. ഡയഗണൽ കൈൻഡ് ഹിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹിസ്റ്റോഗ്രാംസ് ഇവിടെ വരും, ചെറിയ ഹിസ്റ്റോഗ്രാംസ്. ഇത് KD നമ്മൾ ഹിസ്റ്റോഗ്രാം പ്ലോട്ടിങ്ങിൽ KD ഈക്വൽ ടു ട്രൂ എന്ന് സെറ്റ് ചെയ്യില്ലേ, അതേപോലെ സ്മൂത്തനിങ് കർവ് വരാൻ വേണ്ടിയിട്ടാണ് KD എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നത്. ഇതിൽ ഹിസ്റ്റ് എന്നുള്ള ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ചെറിയ ഹിസ്റ്റോഗ്രാംസ് ആയിട്ട് വരും. ഡിസ്ട്രിബ്യൂഷൻസ് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ ഹിസ്റ്റോഗ്രാംസ് ആയിട്ട് വരും, അല്ലെങ്കിൽ എംപ്റ്റി ആയിട്ട് കിടക്കും. ആൻഡ് ഇത് മനസ്സിലായതാണോ ഇതെങ്ങനെ എടുക്കുക എന്നുള്ളത്? ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യണത്. അപ്പോൾ സ്പെൻഡിങ് സ്കോറും ഏജും തമ്മിലാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഇവിടെ ഏജ് 25 ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്പെൻഡിങ് സ്കോർ എത്രയാണെന്നുള്ളതാണ് ചെക്ക് ചെയ്യുക. എത്രയാണ്? ഒരു 0 to 20യുടെ ഇടയിലാണ് ഇത് വരുന്നത്. അതിൻ്റെ ഏജ് 25 വേറെ കുറേ പോയിന്റ്സ് ഉണ്ട്, നിയർലി 80+ വരുന്നതും ഉണ്ട്. ഇതിലിപ്പോൾ 25 വരികയാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഏജ് 25, ഇവിടെ 30, 35, 40. ഇവിടെ നിന്നുള്ള എത്രയാണ്? ഇവിടെ ഇതേപോലെ ഇത് 0, 20, 30, 40 ഇങ്ങനെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമ്മൾ XY ഇങ്ങനെയല്ലേ എഴുതുക, XY. അപ്പോൾ 20, 30 എന്ന് പറഞ്ഞാൽ എവിടെയാണ്?
എക്സിൽ 20, വൈയിൽ 30, 25, 30, 25, 30. അപ്പോൾ ഇവിടെ അല്ലേ വരിക? അപ്പോൾ അതേപോലെ തന്നെയാണ് ആ പോയിൻറ്റ്സും വരിക. ഓക്കെ, ഇപ്പോൾ 25 എന്ന് പറഞ്ഞ ഏജിൽ എത്ര പോയിൻറ്റ്സ് വരുന്നുണ്ട് അതിൽ? ഇവിടെ നിന്ന് മുകളിലോട്ടുള്ള എല്ലാ പോയിൻറ്റ്സും വരുന്നുണ്ട്. ഏജ് 25 ആകുമ്പോൾ അവരുടെ സ്പെൻഡിങ് സ്കോർ എന്ന് പറയുമ്പോൾ ഇതിൽ വരുന്ന എല്ലാ പോയിൻറ്റ്സും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25 വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഏജും സ്പെൻഡിങ് സ്കോറും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് വരിക. പിന്നെ ഏതാണ് ആനുവൽ ഇൻകവും ഏജും തമ്മിലുള്ള ചെക്ക് ചെയ്യാണ്. അപ്പോൾ ഏജ് 25 ആകുമ്പോൾ ആനുവൽ ഇൻകം എത്ര വരുന്നുണ്ട്, ഇത്രയും സ്പ്രെഡ് വരുന്നുണ്ട്. അങ്ങനെയാണ് ഓരോന്ന് ചെക്ക് ചെയ്യുക. പിന്നെ ആനുവൽ ഇൻകം ഇവിടെ ഏതാണ് വരുന്നത്, ഏജ് നേരെ അത് തന്നെയാണ് വരുന്നത്. പിന്നെ ഉള്ളത് സ്പെൻഡിങ് സ്കോറും ഡയഗണലിൽ വരുന്നത് ആനുവൽ ഇൻകം സ്പെൻഡിങ് സ്കോറും. ഈ ഒരു ഡയഗണൽ വരെയുള്ളത് ചെക്ക് ചെയ്താൽ മതി, കുറച്ച് പോയിൻറ്റ്സ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ മാത്രം ചെക്ക് ചെയ്താൽ മതി. ഇത് നേരെ തിരിച്ചിടണമെന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ജെൻഡറും ആനുവൽ ഇൻകം ആണെന്നുണ്ടെങ്കിൽ അവിടെ ആനുവൽ ഇൻകവും ജെൻഡറും അങ്ങനെ വരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഡയഗണലിൻ്റെ താഴോട്ടുള്ള വരുന്ന ടൈപ്പ് ഗ്രാഫൊക്കെ ഉണ്ടായിരുന്നില്ല, അതേപോലെ മാത്രം യൂസ് ചെയ്യണം. അതിൻ്റെ അടുത്തത് ആ ഒരു കസ്റ്റമർ ഐ ഡി ഡ്രോപ്പ് ചെയ്തിട്ട് എക്സ് കളക്ട് ചെയ്യുകയാണ്. x equal to df dot customer id is only an identifier and should not be used for clustering. customer id ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ വിഷ്വലൈസേഷൻ കഴിഞ്ഞപ്പോൾ നമ്മളത് ഇല്ല, അത് ഇത് കളക്ട് ചെയ്യാൻ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. SNS ലോട്ട് പെയർ പ്ലോട്ട്. അവിടെ ഐ ഡി കുറേ ഉണ്ടാവില്ലേ, 200 ഉണ്ടാവും. സോ അത് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കുമ്പോൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ഇതിൽ പോയിന്റ് കിടക്കുന്നു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ എക്സ് വൈ അങ്ങനെ പ്ലോട്ട് അത് കളക്ട് ചെയ്യുന്നില്ല. ജസ്റ്റ് എക്സ് ഈക്വൽ ടു ഡി എഫ് ഡോട്ട് ഡ്രോപ്പ് കസ്റ്റമർ ഐ ഡി ആക്സസ് 1. സോ ഒരു കോളം റിമൂവ് ചെയ്തിട്ടുള്ളതായിരിക്കും എക്സ് എന്നുള്ളതിലുണ്ടാവുക. സോ എക്സ് ഡോട്ട് ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഐ ഡി പോയിട്ടുള്ള ഒരു ജെൻഡർ ചോദിച്ച് ജെൻഡർ, ഏജ്, ആനുവൽ ഇൻകം, സ്പെൻഡിങ് സ്കോർ, അത്രേ ഉള്ളൂ ഇപ്പോൾ. ഓക്കെ, ദെൻ അടുത്ത എന്താണ് ഇതിൻ്റെ സ്കെയിലിംഗ് ചെയ്യണം. എക്സ് നമ്മൾ എക്സും വൈയും കളക്ട് ചെയ്തിട്ട് സ്കെയിലിംഗ് ചെയ്യാറില്ലേ, ഒരു സ്റ്റാൻഡേർഡ് സ്കെയിലറാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് ഔട്ട്ലെയേഴ്സ് ഒന്നും ഇല്ലല്ലോ. ഇൻ കേസ് ചെറിയ നമ്പർ ഓഫ് ഔട്ട്ലെയേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് സ്കെയിലറാണ് യൂസ് ചെയ്യുക. ഒരെണ്ണത്തിൽ എന്തോ കുറച്ച് ഔട്ട്ലെയർ പോലെ കാണിച്ചായിരുന്നുള്ളൂ, 1-2 പോയിന്റ്. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് സ്കെയിലർ നേരത്തെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ട് കളക്ട് ചെയ്യാണ്. കെ മീൻസ് റിലൈസ് ഓൺ യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. യൂക്ലീഡിയൻ ഡിസ്റ്റൻസ് എന്താ, ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഡയറക്റ്റ് ചെക്ക് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് പാത്തിൽ ചെക്ക് ചെയ്യുന്നതാണ് യൂക്ലീഡിയൻ ഡിസ്റ്റൻസ്. ഇഫ് ഫീച്ചേഴ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്കെയിൽസ് വേരിയബിൾസ് വിത്ത് ലാർജർ വാല്യൂസ് ഡോമിനേറ്റ് വിത്ത് ക്ലസ്റ്ററിങ് പ്രോസസ്സ്. ഓൾറെഡി അറിയണമല്ലേ. ഇപ്പോൾ ഹൈ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഡോമിനേറ്റ് ചെയ്യും. ഏജും ഇൻകവും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ പ്രിഫറൻസ് കൊടുക്കുന്നത് ഇൻകം ആ ഒരു പ്രോപ്പർ ഇതിലിപ്പോൾ $K എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ 140K എന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഏജ് അവിടെ 70 വരെ വരുന്നുള്ളൂ, പക്ഷെ അവിടെ 140 സംതിങ് ആണ് ആ ഒരു ഇൻകം വരുന്നത്. സോ കൂടുതൽ പ്രിഫറൻസ് പോകുന്നത് ഹൈ വാല്യൂസിനായിരിക്കും. അത് നോർമൽ ഒരു റേഞ്ചിൽ ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യാൻ ആക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയിലിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ആ ഒരു പ്ലോട്ടിങ്ങിൽ കുറച്ച് ഔട്ട്ലെയേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ, 1-2 പോയിന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിൻമാക്സ് യൂസ് ചെയ്യുന്നില്ല. മിൻമാക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഔട്ട്ലെയേഴ്സ് സെൻസിറ്റീവായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ അതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് പോസിബിളാണ്, പക്ഷേ എറേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് യൂസ് ചെയ്തതെന്നുള്ളൂ. ഇപ്പോൾ കൂടുതൽ ഔട്ട്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ റോബ് സ്കെയിലിംഗ് ആണ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് സ്കെയിലിംഗ് ചൂസ് ചെയ്യേണ്ടത്. ഏതാണോ ഔട്ട്ലെയേഴ്സ് കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ റോബ് സ്കെയിലിംഗ് യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മിൻമാക്സോ സ്റ്റാൻഡേർഡോ യൂസ് ചെയ്യുക. സെർച്ച് സ്കോർ ആൻഡ് സ്കെയിലർ എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, സ്റ്റാൻഡേർഡ് സ്കെയിലർ എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്തു. ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചേഞ്ച് ഒന്നുമില്ല. എക്സ് സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ട് സ്കാലർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഓഫ് എക്സ്. എക്സിൽ എന്താ ഉള്ളത്, ആ ഒരു ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള 4 ഫീച്ചേഴ്സ് ഉണ്ട്.
അത്ര എടുക്കുന്നുള്ളൂ നമ്മൾ. ദെൻ എക്സ് സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ട് കോളംസ് എക്സ് ഡോട്ട് കോളംസ്. എക്സ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞാൽ എന്താ, ഡി എഫ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കോൾ ചെയ്യുന്നത്. ഇതിൽ നമ്മളിപ്പോൾ ഒരു ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്കെയിലിംഗ് എന്തുകൊണ്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് വൈ ഇല്ലല്ലോ ഇതിൽ. വൈ നമ്മൾ എന്തിനാ സ്പ്ലിറ്റ് ചെയ്തായിരുന്നേ? ആ മറ്റേ സൂപ്പർവൈസിൽ അങ്ങനെയായിരുന്നു, പക്ഷെ ഇതിൽ വൈ ഇല്ലല്ലോ. ഇതിൽ ഇൻപുട്സ് മാത്രമേ ഉള്ളൂ, എന്താണ് പ്രൊഡിക്റ്റ് ചെയ്യേണ്ടതെന്ന് വന്നിട്ടില്ല. ഗ്രൂപ്പിംഗ് ആണ് ചെയ്യണത്. മറ്റേലാണ് എക്സും വൈയും ഉള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് എക്സ് ഈക്വൽ ടു മറ്റേ ഡ്രോപ്പ് ചെയ്തിട്ട് കളക്ട് ചെയ്യണത്, അല്ലെങ്കിൽ ഐലോക്ക് വെച്ചിട്ട് അതിൻ്റെ ഇൻഡെക്സിങ് മാത്രം എടുത്തിട്ട് കളക്ട് ചെയ്തായിരുന്നത്. പക്ഷെ ഇതിൽ വരുമ്പോൾ നമുക്ക് ആ ഒരു എത്ര എണ്ണം, 4 മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ഡാറ്റ സെറ്റ് ചെറുതായിരുന്നു, 4 മാത്രമേ ബാക്കിയുള്ളൂ. അത് വെച്ചിട്ടാണ് നമ്മൾ ഗ്രൂപ്പിംഗ് ചെയ്യുകയാണ്. എന്താണ് പ്രഡിക്റ്റ് ചെയ്യേണ്ടതെന്ന് എടുക്കുന്നില്ല, ഓരോ ഗ്രൂപ്പ് ആക്കുകയാണ്. ലൈക്ക് ഈ മൾട്ടി ലേബിൾസ് പോലെ വരികയാണ്. അപ്പോൾ നമുക്ക് ഇതിൽ വൈ എന്നുള്ളത് എടുക്കേണ്ട കാര്യമില്ല. എക്സ് അവിടെ എടുക്കാൻ കാരണം തന്നെ ആ ഒരു ഫീച്ചേഴ്സ് കളക്ട് ചെയ്യാൻ മാത്രമാണ്. ഒരു വേരിയബിളിലൊക്കെ കളക്ട് ചെയ്തു തോന്നുന്നു. ഇതിൽ എക്സും വൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന കേസൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് ആ എക്സ് കളക്ട് ചെയ്തുകൊണ്ട് എക്സ് എന്നുള്ള വേരിയബിൾ കൊടുത്തു എന്നേ ഉള്ളൂ, അല്ലാണ്ട് മറ്റേ പോലെ കൊടുക്കുന്നില്ല. ദെൻ എക്സ് സ്കെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് എക്സ് സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിളിലോട്ട് സ്കാലർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ആൻഡ് ഇൻപുട്സ് ആയതുകൊണ്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം കൊടുക്കാം. നമ്മൾ ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ലേ, അപ്പോൾ അതിൽ നമ്മൾ എക്സ് ടെസ്റ്റ് കൊടുക്കാറില്ല. എക്സ് ടെസ്റ്റ് ഡോട്ട് ഫിറ്റ് കൊടുക്കാറില്ല, ട്രാൻസ്ഫോം മാത്രമേ കൊടുക്കാറുള്ളൂ മറ്റേല്. ഇതിൽ ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് ഇൻപുട്സ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതൊന്ന് ഫൈൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇത് ടോട്ടലി മോഡലിന് ട്രെയിൻ ചെയ്യിക്കാൻ കൊടുക്കുകയാണ്. കാരണം ഇതിൽ ലേബൽസ് ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുന്നത്. മറ്റേല് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണതിൽ ടെസ്റ്റിംഗ് ഡാറ്റയും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഓൾറെഡി മനസ്സിലാവും ഇന്ന പുതിയ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, അപ്പോൾ അത് ഓവർ ഫിറ്റിംഗ് വരും. എല്ലാം ട്രെയിൻ ഡാറ്റ ടോട്ടലി ലേൺ ചെയ്ത് വെക്കും. അപ്പോൾ അതുകൊണ്ടാണ് സ്കാലർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം എന്ന് പറഞ്ഞിട്ട് എക്സ്കെൽഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ഇതിൽ ചെയ്യുന്നത് ഈ കൊടുക്കുന്ന ട്രെയിനിങ് ഡാറ്റ ഇല്ലേ, അതിന്ന് ഈ മോഡൽ തന്നെ അണ്ടർലൈൻ പാറ്റേൺസ് റീഡ് ചെയ്തിട്ട് അത് ഫൈൻഡ് ചെയ്തിട്ട് അതിനെ ഗ്രൂപ്പ് ചെയ്ത് തരണം. അതാണ് ഇതിൻ്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ കോളംസ് ഈക്വൽ ടു എക്സ് ഡോട്ട് കോളംസ് എന്ന് പറഞ്ഞിട്ട് കളക്ട് ചെയ്യുമ്പോൾ ആ ഒരു സ്കെയിൽ ചെയ്ത കോളംസ് ഇല്ലേ, അതാണ് വരുന്നത്. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് സ്കെയിൽഡ് എന്നുള്ള വേരിയബിളിലേക്ക് പാണ്ടാസ് ഡോട്ട് ഡാറ്റ ഫ്രെയിം, അതിലെന്താ അപ്ലൈ ചെയ്യേണ്ടത്, എക്സ് സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ട്. എക്സ് സ്കെയിൽഡ് എന്താ, സ്കാലർ ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം ഓഫ് എക്സ്. ആ ട്രാൻസ്ഫോർമേഷനാണ് എക്സ് സ്കെയിൽഡിൽ അപ്ലൈ ചെയ്തിട്ട് വരേണ്ടത്. ദെൻ കോളംസ് ഇതിപ്പോൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്ന പോലെയാണ്. അവിടെ എക്സ് സ്കെയിൽഡ് എന്താ, ഒരു ട്രാൻസ്ഫോർമേഷൻ അപ്ലൈ ചെയ്യാനുള്ളത്. സോ സെയിം ഇതെടുത്തിട്ട് എഗെയിൻ എക്സ് സ്കെയിൽഡ് അപ്ലൈ ചെയ്യാണ് അതിലോട്ട്. സോ ഇപ്പോൾ എക്സ് സ്കെയിൽഡ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചെയ്ത എന്തായിരിക്കും, ഏജ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -142 0 to 1 അല്ലെങ്കിൽ -1 to 1 എന്നുള്ള റേഞ്ചിലാണ് സെഡ് സ്കോറിൻ്റെ ഒക്കെ വരിക. അതാണ് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ -1 എന്നുള്ള റേഞ്ചിലൊക്കെ വരാൻ കാരണം. ഓക്കെ, സ്കെയിൽ ചെയ്ത ഡാറ്റയാണ് താഴെ കാണുന്നത്. നേരത്തെ നമുക്ക് സ്പെൻഡിങ് സ്കോറൊക്കെ 79, 80 അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് എല്ലാം ഒരേ റേഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ. ജെൻഡർ, ഏജ്, ആനുവൽ ഇൻകം, സ്പെൻഡിങ് സ്കോർ എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെ. ക്ലിയർ ആണോ? ആൻഡ് ഇതിൻ്റെ ആവറേജ് വാല്യൂസ് ചെക്ക് ചെയ്യാണ്. ജെൻഡർ സ്കെയിൽഡിലാണ് ചെക്ക് ചെയ്യുന്നത്. ജെൻഡർ നേരത്തെ മെയിലും ഫീമെയിലും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ നമ്പേഴ്സിലാണ് വന്നേക്കുന്നത്. നമ്മൾ മാപ്പ് ചെയ്ത് കൊടുത്തല്ലോ, മാപ്പ് ചെയ്ത് കൊടുത്തോണ്ട്. പിന്നെ ഏജ് ഒരു -0.2 ആവുമ്പോഴാണ് ഈ -E എന്ന് പറയുന്ന ടൈപ്പ് വരുന്നത്. മൈനസ് വാല്യൂസ് വരില്ലേ, അപ്പോൾ അത് വരുമ്പോഴാണ് ഈ എന്നുള്ള ടൈപ്പ് വരിക, -E എന്ന് പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഇത് പോസിറ്റീവ് വരുമ്പോൾ ആ റേഞ്ചാണ് കാണിക്കുന്നത്. ദെൻ ആനുവൽ ഇൻകം, സ്പെൻഡിങ് സ്കോർ, പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡിവിഷൻ ചെക്ക് ചെയ്യാണ്. നെക്സ്റ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു എൽബോ മെത്തേഡും സിൽഹൗട്ട് സ്കോറും യൂസ് ചെയ്യാണ്. എൽബോ മെത്തേഡും സിൽഹൗട്ട് സ്കോറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നുണ്ട്, ഉണ്ടായിരുന്നില്ല അല്ലേ,
അപ്പോൾ ഇതിൽ നമുക്ക് ലേബൽസ് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനില്ല. നമുക്ക് മറ്റേ ചെയ്യുമ്പോൾ തരുന്നത് ഫീച്ചേഴ്സും ഉണ്ടാവും, ലേബൽസും ഉണ്ടാവും, ഇൻപുട്ടും ഔട്ട്പുട്ട്സും ഉണ്ടാവും. ഇതിൽ ഇൻപുട്ട്സ് ഉണ്ട്, ഔട്ട്പുട്ട്സ് ഇല്ല. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ആ ഉള്ള പോയിൻറ്റ്സ് വെച്ചിട്ട് എല്ലാത്തിനെയും അതിൻ്റെ പോയിൻറ്റ്സിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ഓരോ ഗ്രൂപ്പിലോട്ടാക്കുകയാണ് ചെയ്യുക. അതാണ് ക്ലസ്റ്ററിംഗ് എന്ന് പറയുന്നത്. ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പാണ്. പക്ഷെ ഇതിൽ സെൻട്രോയിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് അപ്ലൈ ചെയ്യും. സെൻട്രോയിഡ് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യും. എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ന്യൂ ഡാറ്റ എടുത്തിട്ട് ഞാനിവിടെ കെ എന്നുള്ളത് 3 കൊടുക്കുകയാണ്. കെ എന്നുള്ളത് 3 കൊടുക്കുമ്പോൾ അവിടെ 3 പോയിൻറ്റ്സ് അല്ലേ സെൻട്രോയിഡായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള ടോട്ടൽ ഡാറ്റേനെ 3 സെൻട്രോയിഡ്സ് വെച്ചിട്ട് 3 ഗ്രൂപ്പായിട്ട് തിരിക്കണം. ഓക്കെ, ഈ ഡാറ്റ പോയിൻറ്റ്സ് എന്ന് പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ആ ഒരു ഡാറ്റയിൽ ചെയ്തില്ലേ, അതേപോലെ പോയിൻറ്റ്സ് ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ആ പോയിൻറ്റ്സ് ആണ് ഇങ്ങനെ 3 ക്ലസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3 ക്ലസ്റ്റേഴ്സിലേക്ക് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ 3 സെൻട്രോയിഡ്സ് എന്നുള്ള കൺസെപ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ സെൻട്രോയിഡ്സിനെ പ്രോപ്പറായിട്ട് ഇപ്പം അതിൻ്റെ പൊസിഷൻസ് നോക്കി വയ്ക്കുക. എന്നിട്ട് ഞാനത് റൺ ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കുക അതെങ്ങോട്ട് ചേഞ്ച് ആവുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ആയിരുന്നു ഇതിൻ്റെ പൊസിഷൻ. ഈ സെൻട്രോയിഡ് ചേഞ്ച് ആയിട്ട് 3 ക്ലസ്റ്റർ ആക്കിയിട്ട് തന്നിട്ടുണ്ട്. ഈ ക്ലസ്റ്റർ നോക്കുമ്പോൾ ഈ ക്ലസ്റ്ററിൽ ആ ഒരു യെല്ലോ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആ പോയിൻ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെൻട്രോയിഡിൽ നിന്ന് ഈ ക്ലസ്റ്ററിൽ ആ ക്ലസ്റ്ററിലുള്ള എല്ലാ പോയിൻറ്റ്സിലേക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം. അതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. ആൻഡ് ഈ ഒരു സെയിം ക്ലസ്റ്ററിൽ എല്ലാ പോയിൻറ്റ്സും ഒരേപോലെ ആയിരിക്കും. യെല്ലോ കളർ കാണുന്നില്ലേ, ഈ ഒരു ക്ലസ്റ്ററിൽ എല്ലാ പോയിൻറ്റ്സും ഒരേപോലെ ആയിരിക്കും, ഇവിടെ ഒരേപോലെ ആയിരിക്കും. പക്ഷേ ഈ ഒരു ക്ലസ്റ്ററും ഈ ഒരു ക്ലസ്റ്ററും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഡിഫറെൻറ്റ് ക്ലസ്റ്റേഴ്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും. സെയിം ക്ലസ്റ്റേഴ്സിൽ ഹോമോജീനിയസ് എലമെൻറ്റ്സ് മാത്രമായിരിക്കും. ഇതാണ് ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് ഡാറ്റയാണോ ഉള്ളത് അത് വെച്ചിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ് നടക്കുക. പിന്നെ ഇതിന് യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് പഠിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും? നേവ് ബേസിൽ നമ്മൾ 2 ഡിസ്റ്റൻസ് ആയിരുന്നു യൂസ് ചെയ്തായിരുന്നത്. ഒന്ന് മാൻഹാട്ടനും ഒന്ന് യൂക്ലിഡിയൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് അതുവരെയുള്ള ഡിസ്റ്റൻസ് ഒരു സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ട് മെഷർ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ. മാൻഹാട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് അങ്ങനെ വളഞ്ഞു തിരിഞ്ഞൊക്കെ വരാം. അത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതാണ് മാൻഹാട്ടൻ. ഇവിടെ യൂസ് ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് മാത്രമാണ്. അപ്പോൾ ഇത് സെൻട്രോയിഡ് ആയിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ലൈൻസ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അതുകൊണ്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു സെൻട്രോയിഡ് മൂവ് ചെയ്യിപ്പിച്ചിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസ് പ്രിൻസിപ്പിൾ. യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുന്നത് നെക്സ്റ്റ് കെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ക്ലസ്റ്റേഴ്സ് എത്ര എണ്ണം വേണമെന്ന് തീരുമാനിക്കുക. ഇപ്പോൾ നമ്മൾ 3 എണ്ണമാണ് എടുത്തത്. അതിന് മുന്നേ 5 എണ്ണം ഉണ്ടായിരുന്നു. 5 എണ്ണം പ്ലേസ് ചെയ്തപ്പോൾ ആ ടോട്ടൽ പോയിൻറ്റ്സ് 5 ക്ലസ്റ്റേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. സോ പ്രോപ്പർലി എത്ര ക്ലസ്റ്റേഴ്സ് വേണമെന്നാണ് തീരുമാനിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് 3 ഫ്രൂട്ട് ഉണ്ട്. ഗ്രേപ്പ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ആൻഡ് ഇതിനെ നമുക്ക് പെർഫെക്റ്റ്ലി എത്ര ക്ലസ്റ്റേഴ്സ് ആയിട്ട് തിരിക്കാം? ഈ ഒരു 3 ഫ്രൂട്ടിനെ എത്ര 3 എണ്ണമായിട്ട്? സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേപോലെ ആയിരിക്കും. ആൻഡ് ഇതിൽ തന്നെ ഈ ഓറഞ്ച് പഴുത്ത ഓറഞ്ചും ഉണ്ട്, അപ്പം ഞാനിവിടെ ആക്ച്വലി ഒരു 5 ക്ലസ്റ്റേഴ്സായിട്ട് ഇടുകയാണ്. ഇതിൽ ഓറഞ്ച് അല്ലെങ്കിൽ ഈ ഒരു ഇത് റൈപ്പനുണ്ട്, പഴുക്കാത്ത ആ ഒരു ടൈപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് 5 ഇതൊന്ന് ഇടുകയാണ്.
ആക്ച്വലി ഈ 5ൻ്റെ ആവശ്യമുണ്ടോ അവിടെ? 3 ആവശ്യമുള്ളൂ. അതായത് എനിക്കാകെ 1 ഗ്രേപ്പ് നിന്ന് കിട്ടണം, 2 റിയൽ വേൾഡിൽ നോക്കുമ്പോൾ എത്ര കിട്ടണ്ടുള്ളൂ. അപ്പോൾ ഞാൻ അവിടെ 5 ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അപ്പോൾ അതാണ് ഈ ഒരു ഇതിൽ ചെക്ക് ചെയ്യുന്നത്. ഈ ഫ്ലാറ്റനാവുന്നു പറഞ്ഞില്ലേ, അപ്പം ഇത് ആ പ്രോപ്പർലി വരുന്ന എത്രയാണോ വരേണ്ടത് അതാണ് ഈ 3 എന്നുള്ളത്. ബാക്കിയുള്ളതൊക്കെ ഫ്ലാറ്റനായിട്ട് വരികയാണ്. ആവശ്യമില്ലാത്ത ഈ സംഭവങ്ങൾ ആഡ് ചെയ്യുന്ന പോലത്തെയാണ് ഒരു ഫ്ലാറ്റനായിട്ട് വരുന്ന ഏരിയ. ഓക്കെ, ഇനേഷ്യ എന്ന് പറയും, WCSS വിത്തിൻ ക്ലസ്റ്റർ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയും. അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എൽബോ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പ്രോപ്പർലി എനിക്ക് എത്ര ക്ലസ്റ്റേഴ്സ് വരണം, ആ എററൊന്നും ഇല്ലാണ്ട് എത്ര ക്ലസ്റ്റേഴ്സ് വരണം എന്നുള്ളതാണ് ഓട്ടോമാറ്റിക്കലി അത് ഫൈൻഡ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു എറർ റേറ്റിനനുസരിച്ചിട്ടാണ് അത് പ്ലേസ് ചെയ്യുക. അപ്പോൾ അതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു റേഞ്ച് നമ്മൾ ട്യൂണിങ് ചെയ്യില്ലേ, ട്യൂണിങ് ചെയ്യുമ്പോൾ നമ്മളൊരു സർട്ടൺ റേഞ്ച് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ആ WCSS എന്ന് പറയുമ്പോൾ വിത്തിൻ ക്ലസ്റ്റർ സം ഓഫ് സ്ക്വയേഴ്സ് എന്ന് പറയുക. സോ ആ K ഇൻ റേഞ്ച് ഓഫ് 1 to 11 പ്രോപ്പർലി പോയിൻസിനനുസരിച്ചിട്ടാണ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 200 പോയിൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു 1 to 11 ഇതിൽ തന്നെ അപ്ലൈ ചെയ്യുക. പക്ഷെ കൂടുതൽ നമുക്ക് ആദ്യം ഡാറ്റ അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് എത്ര ക്ലസ്റ്റേഴ്സ് കൊടുക്കുക എന്ന് പറയാൻ പറ്റുള്ളൂ. നോർമൽ റേഞ്ചിൽ ഇപ്പോൾ കുറച്ച് പോയിൻറ്റ്സേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 2-3 എണ്ണത്തിലൊക്കെ എടുക്കാം. പിന്നെ കൂടുതൽ വരുമ്പോഴാണ്, അതുകൊണ്ടാണ് എത്ര വരണം എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 to 11 എന്നൊക്കെ കൊടുക്കുന്നത്. നോർമലി ഒരു സംഭവങ്ങൾ പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 ടൈപ്പൊക്കെ മാക്സിമം മതിയാവും. അതിൽ കൂടുതൽ വരുമ്പോഴാണ് ഈ 1 to 11 ആവശ്യം വരുന്നത്. പിന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, പക്ഷേ ഇതേപോലെ നോയ്സ് അതിലോട്ട് കയറും. ഓക്കെ, ആ പെർഫെക്റ്റ് ക്ലസ്റ്ററിങ്ങും പോയിട്ട് നോയ്സ് കയറും എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ. സോ അത് എത്രയാണ് പ്രോപ്പറായിട്ടുള്ള എറർ റേറ്റ് എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ട്യൂണിങ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഏകദേശം ഇത്. നമ്മൾ ആ ഒരു N ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് KL പാസ് ചെയ്യുന്നതിൽ അതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ മോഡൽ ഈക്വൽ ടു K മീൻസ് നമ്മൾ ട്യൂണിങ്ങിൽ ചെയ്യുന്നതും മോഡൽ RF മോഡലിനോ അല്ലെങ്കിൽ എന്തെങ്കിലുമാണ് പാസ് ചെയ്യുന്നത്. ആ ഒരു തന്നെയാണ് അവിടെ മോഡൽ ഈക്വൽ ടു K മീൻസ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നത്. N ക്ലസ്റ്റേഴ്സ് K എന്താണ് ഫോർ K ഇൻ റേഞ്ച് ഓഫ് 1 to 11. സോ ഐട്രേറ്റിങ് ചെയ്യുമ്പോൾ ഫസ്റ്റ് 1 വരും, സെക്കൻഡ് 2 അപ് ടു 11 വരെ പോകും. അതിൻ്റെ അതിൽ റാൻഡം സ്റ്റേറ്റ് 42 എന്ന് പാസ് ചെയ്യും. N ഇനീഷ്യലൈസേഷൻ 10 എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു നമ്മൾ സെൻട്രോയിഡ് സെറ്റ് ചെയ്യില്ലേ, ആ സെൻട്രോയിഡ് സെറ്റ് ചെയ്തിട്ട് ഇത് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ സെൻട്രോയിഡിൻ്റെ റീപ്ലേസ്മെൻ്റ് ഇല്ലേ, ഇപ്പോൾ എവിടെയെങ്കിലും ആയിരിക്കും സെൻട്രോയിഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അത് മൾട്ടിപ്പിൾ ടൈംസ് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ട്യൂണിങ് ചെയ്തപ്പോൾ ക്രോസ് ഫോൾഡ് ചെയ്തില്ലേ, ക്രോസ് ഫോൾഡിൽ ഒരേ ഡാറ്റേനെ എടുത്തിട്ട് 5 ടൈപ്പൊക്കെ ആക്കിയിട്ട് ചെയ്തായിരുന്നു. അപ്പോൾ 10 വട്ടം ഇനിറ്റ് 10 എന്ന് പറയുമ്പോൾ 10 ടൈപ്പിൽ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. സെൻട്രോയിഡ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് മൂവ് ചെയ്യിപ്പിച്ച് നോക്കുക യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് വെച്ചിട്ട്. ഡിസ്റ്റൻസ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചേഞ്ച് ചെയ്തിട്ട് എല്ലാ പോയിൻ്റിൽ നിന്നും എടുക്കും. അത് 10 വട്ടം ചെയ്യിപ്പിക്കണം എന്നുള്ളത്. ഇപ്പോൾ സെൻട്രോയിഡ് ഇതാണ് ഇതിന് സെൻട്രോയിഡ് എന്ന് വെക്കുക. ഞാൻ സെൻട്രോയിഡ് അപ്ലൈ ചെയ്തത് ഇവിടെയാണ്. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യിച്ച് വരുമ്പോൾ ഓരോ മെഷർമെൻറ്റിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് നോക്കുമല്ലോ. അപ്പോൾ ഏറ്റവും കുറവ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് എല്ലാ പോയിൻറ്റ്സേക്കും ഇതിലാവും. അപ്പോൾ ഈ പോയിൻ്റ് എത്തുന്നത് വരെ എനിക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണം. ഈ പ്രോസസ്സ് തന്നെ 10 വട്ടം റിപ്പീറ്റ് ചെയ്യാനാണ്.
ട്യൂണിങ്ങിൽ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു മോഡൽ ഡോട്ട് ഫിറ്റ് എക്സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് യൂസ് ചെയ്യുന്നത്. സ്കെയിൽ ചെയ്യാത്ത ഡാറ്റ യൂസ് ചെയ്യുന്നില്ല, പ്രോപ്പർലി സ്കെയിൽ ചെയ്ത ഡാറ്റ യൂസ് ചെയ്യുന്നുള്ളൂ. എന്തുകൊണ്ടാണ് സ്കെയിൽ ചെയ്ത മാത്രം യൂസ് ചെയ്യുന്നത് ക്ലസ്റ്ററിങ്ങിൽ? എന്തുകൊണ്ട് പി സി എയിൽ ബെറ്റർ സ്കെയിൽഡ് ആണോ നോൺ സ്കെയിൽഡ് ആണോ? പി സി ഐയിലും സ്കെയിൽഡാണ്, ഇവിടെയും സ്കെയിൽഡാണ് യൂസ് ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ക്ലസ്റ്റേഴ്സിൽ ഒരേപോലത്തെ പോയിന്റ്സ് മാത്രം വരിക എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർലി സ്കെയിൽ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓവർലാപ്പിംഗ് വരാൻ ചാൻസ് കൂടുതലുണ്ട്, അതിന് കൂടുതൽ ഡോമിനൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്ലസ്റ്റേഴ്സിൻ്റെ ആ ഒരു യൂണിക്നെസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽഡ് ഡാറ്റ യൂസ് ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഒരേപോലെ ആക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡോമിനൻസ് കൂടുതൽ പോയില്ല, അതിൻ്റെ ഓവർലാപ്പിംഗ് വരാൻ ചാൻസ് കുറവല്ലേ. പ്രോപ്പറായിട്ട് അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പർലി അതിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ ഒരു കേസ് കൊണ്ടാണ് ക്ലസ്റ്ററിങ്ങിൽ ഗ്രൂപ്പിംഗ് ആണല്ലോ മെയിൻ. ആൻഡ് ഇതിൽ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ചെയ്യുന്നത് ഈ ഒരേ ക്ലസ്റ്ററിൽ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആയിരിക്കും. സോ പ്രോപ്പർലി സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലാന്നുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് അവിടെ സ്കെയിലിംഗ് അപ്ലൈ ചെയ്യുന്നത്. ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന പോലെ ആയിരിക്കും ഈ ഒരു ഫിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുക. ദെൻ എം ടി ലിസ്റ്റ് ആയിട്ടാണ് അവിടെ WCSS ഓപ്പൺ ചെയ്തിരിക്കുന്നത്. WCSS എന്ന് പറഞ്ഞിട്ട് വിത്തിൻ ക്ലസ്റ്റർ സം ഓഫ് സ്ക്വയേഴ്സ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. WCSS ലിസ്റ്റ് ആയതുകൊണ്ട് ഡോട്ട് അപ്പൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ അപ്പൻഡ് ചെയ്യുന്നത് മോഡൽ ഡോട്ട് ഇനീഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇതിൽ ആക്ച്വലി ചെക്ക് ചെയ്യുന്നത് ആ ഒരു കെയിൻ്റെ വാല്യൂസ് ആയിരിക്കും. കെയിൻ്റെ വാല്യൂസ് n യൂണിറ്റ് 10 ടൈംസ് ഒരേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ് ചെയ്യിപ്പിച്ചിട്ട് ബെറ്റർ ക്ലസ്റ്റർ വാല്യൂസ് എവിടെ വരുന്നുണ്ടോ അതാണ് ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ഫ്ലാറ്റൻ ടൈപ്പും ഇതും കണ്ടില്ലേ, ഏത് പോയിൻ്റാണ് എടുക്കേണ്ടതെന്നുള്ളത്. സോ ആ ഒരു ഇത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ വാല്യൂസ് മാത്രമായിരിക്കും ഉണ്ടാവുക, ഇനി ഇത് വെച്ചിട്ടായിരിക്കും പ്ലോട്ട് ചെയ്യുക. അതായത് നമുക്ക് സാമ്പിളിങ് ചെയ്യുമ്പോൾ ഒരേ ഡാറ്റേനെ 5 ടൈം ഡിഫറെൻറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്നില്ലേ, അതേപോലെ തന്നെ ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളൂ. ആകെ 10 ചെയ്യുന്നു. കോമ്പിനേഷൻസ് കൂടുതൽ വരുമല്ലോ. കോമ്പിനേഷൻസ് കൂടുതൽ വരുമ്പോൾ ഒരു എറർ കുറയാനുള്ള ചാൻസ് കുറയും. ഇപ്പോൾ ഏത് സ്പ്ലിറ്റിലാണ് അത് വർക്കാവുക പറയാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് 5 എടുത്തിട്ടും 5 ചിലപ്പോൾ ലോ സ്കോർ ആയിരിക്കും. നമ്മൾ അപ്പോഴാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെക്ക് ചെയ്യുക, മറ്റേതിൽ ചെക്ക് ചെയ്ത് തരുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ സ്പ്ലിറ്റ് പ്രോപ്പറായിട്ടാണ് വർക്ക് ചെയ്യണതെന്നാണ് മീനിങ്. അപ്പോൾ അതേപോലെ ഇവിടെ റാൻഡമായിട്ട് അവിടെ 10 ടൈം ചെക്ക് ചെയ്യുമ്പോൾ ഓരോ ടൈം ഈ പ്രോസസ്സ് ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ആ കോമ്പിനേഷൻസ് കൂടുമ്പോൾ അത്രയും എൻഷുർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇത് പ്ലോട്ട് ചെയ്യാണ്. സൈസ് സെറ്റ് ചെയ്തു, VLT.plot റേഞ്ച് 1 to 11 ഇവിടെ കൊടുത്ത റേഞ്ച് തന്നെ. ദെൻ WCSSൽ ഇപ്പോൾ ആ ഒരു വെയ്റ്റ്സും കാര്യങ്ങളും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും. കെൻ്റെ ചെക്ക് ചെയ്തത്, മൾട്ടിപ്പിൾ ടൈംസ് ചെക്ക് ചെയ്തത് WCSS ആൻഡ് മാർക്കർ ഒറിജിൻ ടൈപ്പ് ആ ഒരു പോയിന്റ്സ് വരാൻ വേണ്ടിയിട്ട് ലൈൻ വിഡ്ത്ത് 2 എന്നുള്ളത്. ദെൻ X ലേബിൾ, Y ലേബിൾ, ടൈറ്റിൽ, VLT.grid ഇട്ടു. സോ ഇവിടെ നിന്ന് മേ ബി ഈ ഒരു പോയിന്റ് വരെയൊക്കെ ആയിരിക്കും ശരിക്കുന്നത്. എത്ര എണ്ണമാണ്? 5. മാക്സിമം ഈ റേഞ്ച് വരെയൊക്കെ പ്രോപ്പറായിട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളത് അങ്ങനെ എടുക്കണമെന്നില്ല. ഏറ്റവും ബെറ്റർ പോയിന്റ് എടുക്കുക. മേ ബി 6 or 5 ഒക്കെ ആയിരിക്കും എടുക്കുന്നത്. ഒരുപാട് സ്ലോപ്പ് വരുന്ന ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എടുക്കുക. എന്താ നെക്സ്റ്റ് ചെക്ക് ചെയ്യുന്നത് സിൽഹൗട്ട് സ്കോർ മെഷേഴ്സ് ഹൗ വെൽ സെപ്പറേറ്റഡ് ദ ക്ലസ്റ്റേഴ്സ് ആർ. -1 to +1 വരെയാണ് റേഞ്ച് വരിക. അതിൽ ഏറ്റവും ബെറ്റർ സ്കോർ വരുന്നതായിരിക്കും ഇവിടെ കളക്ട് ചെയ്യുക. അതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ
ഇതേപോലെ 2 to 11 1 കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലസ്റ്റർ മാത്രമേ ഉള്ളൂ നിൽക്കുക, അപ്പോഴാണ് 1 വരിക. അപ്പോൾ അതിൽ 2 കൊടുക്കുമ്പോൾ 2 ക്ലസ്റ്റേഴ്സ് അത്രയും പോയിൻറ്റ്സ് ഉള്ളതുകൊണ്ട് മിനിമം 2 ക്ലസ്റ്റേഴ്സ് എന്നാണ് മീൻ ചെയ്യുന്നത്. 1 കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒരു സെൻട്രോയിഡ് അപ്ലൈ ചെയ്തിട്ട് എല്ലാ പോയിൻറ്റ്സും അതിന് കണക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് 2 to 11 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നത്. ആൻഡ് മോഡൽ ഈക്വൽ ടു കെ മീൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ. ദെൻ ലേബൽസ് മോഡൽ ഡോട്ട് ഫിറ്റ് പ്രഡിക്റ്റ് എക്സ്കെയിൽഡ് ഇത് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ട് ആ ക്ലസ്റ്ററിങ്ങിൻ്റെ സ്കോറിങ് എത്രമാത്രം ബെറ്റർ സെപ്പറേറ്റഡ്, ഇപ്പോൾ ആപ്പിൾ ഗ്രേപ്പ് ബനാന ഓറഞ്ച് എന്നുള്ള ടൈപ്പ് തന്നെയാണ് വരുന്നത്, അതോ എക്സ്ട്രാ നോയ്സ് ആഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെയാണ് അവിടെ ചെക്ക് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പാണ് ചെക്ക് ചെയ്യുന്നത്. ദെൻ സ്കോറ് സിൽ ഔട്ട് സ്കോറ് എക്സ്കെയിൽഡ് ലേബൽസ്. എക്സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ട് നേരത്തെ ആ ഒരു കളക്ട് ചെയ്ത വാല്യൂസൊക്കെ അതിലുണ്ടാവും, അതാണ് പാസ് ചെയ്യുന്നത്. ആൻഡ് ലേബൽസ് എന്ന് പറഞ്ഞിട്ട് ഈ ഫിറ്റ് പ്രഡിക്റ്റ് ഈ എക്സ്കെയിൽഡ് വെച്ചിട്ട് പ്രഡിക്റ്റ് ചെയ്യുന്നത്. മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എക്സ്റ്റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കില്ല നമ്മൾ, അതേപോലെ തന്നെയാണ് ഇവിടെ ഫിറ്റ് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്താൽ ദെൻ സിൽ ഔട്ട് സ്കോർസ് അപ്പൻ്റെ സ്കോറിലോട്ട് അപ്ലൈ ചെയ്യുക. സിൽ ഔട്ട് സ്കോർസ് എം ടി ലിസ്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട്, പ്ലേസ് ചെയ്തിട്ടുണ്ടാവും, അതിലോട്ട് അപ്പൻഡ് ചെയ്യുക സ്കോർ. ഈ വന്ന സ്കോർ എത്രയാണോ -1 to 1 റേഞ്ചിൽ വന്ന സ്കോർ എത്രയാണോ അതാണ് കളക്ട് ചെയ്തിട്ട് ഇതിലോട്ട് വെക്കേണ്ടത്. പ്ലോട്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ റേഞ്ച് 2 to 11 സിൽ ഔട്ട് സ്കോർ മാർക്കർ ലൈൻ വിഡ്ത്ത് 2 കളറ് ഗ്രീന്. ഇതിൽ ബെസ്റ്റ് സിൽ ഔട്ട് സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെസ്റ്റ് കെ NP.ARG മാക്സിമം സ്കോറാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ARG മാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്പറിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നത്. സിൽ ഔട്ട് സ്കോർസ് +2 എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ K = 10 എന്നുള്ള ഇതിലാണ് വരുന്നത്. ഇപ്പോൾ ഇതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലാറ്റിനായിട്ടില്ല, സ്റ്റിൽ ഇത് കഴിഞ്ഞിട്ടായിരിക്കും മേ ബി ഫ്ലാറ്റിനാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ഇൻസൈറ്റ്സ് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റിനാവാൻ തുടങ്ങുന്ന ഈ ഒരു റേഞ്ചില്ലേ ഇവിടെയൊക്കെ വരികയാണെങ്കിലും യൂസ് ചെയ്യാം പ്രോപ്പർ. ഓക്കെ, ആൻഡ് സ്കോറും കൂടി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡബിൾ ചെക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ആൻഡ് അതിൽ ബെസ്റ്റ് കെ എന്ന് പറഞ്ഞിട്ട് നേരത്തെ അതിൽ ബെസ്റ്റ് ഇൻ ഏഷ്യ ആ ഒരു ടൈപ്പൊക്കെ ആയിരിക്കും വാല്യൂസ് ഉണ്ടാവുക. അതിൽ ബെസ്റ്റ് K = 10 എന്നിട്ട് ദെൻ ഇത് വെച്ചിട്ടാണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. നേരത്തെ ഫൈൻഡ് ചെയ്ത എൽബോ മെത്തേഡ്സും ആൻഡ് സിൽ ഔട്ട് സ്കോറും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. സോ അതിന് ക്ലസ്റ്റേഴ്സ് 5 എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ആ ഒരു ഒരുപാട് ഫ്ലാറ്റിനാവാത്ത ഒരു ടൈപ്പ് വെച്ചിട്ട് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്ത് നോക്കുക. N ക്ലസ്റ്റേഴ്സ് 5, റാൻഡം സ്റ്റേറ്റ് 42, N init 10 ക്ലസ്റ്റേഴ്സ് ഫിറ്റ് പ്രഡിക്റ്റ് എക്സ്കെയിൽഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട് അവിടെ, പക്ഷേ ലേബൽസ് ഇല്ല. ഗ്രൂപ്പിങ്ങിലോട്ട് അതിനെ പ്രഡിക്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനാണ് പുതിയൊരു കോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. DF ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള എന്താണുള്ളത്, K മീൻസ് ഡോട്ട് ഫിറ്റ് പ്രഡിക്റ്റ് എന്നുള്ളത്. ഇത് ഫിറ്റ് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മോഡലിനെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. മോഡൽ ഡോട്ട് പ്രഡിക്റ്റ് എന്ന് പറഞ്ഞിട്ട് ചെക്ക് ചെയ്യില്ലേ, അപ്പോൾ ഇതിൽ എക്സ്റ്റെസ്റ്റും എക്സ്ട്രെയിനും ഒന്നുമില്ല, എക്സ്കെയിൽഡ് മാത്രമാണുള്ളത്. സോ അതിനെ ഫിറ്റ് പ്രഡിക്റ്റ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ അണ്ടർലൈൻ പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതിനെ പ്രോപ്പർലി ഈ 5 ക്ലസ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ ഏതിലെങ്കിലും വെച്ച് തരണം. അപ്പോൾ ഇതിൽ ആ ഒരു ഫ്ലാറ്റിനാവുന്നതിൻ്റെ പിന്നെ ഒരു റേഞ്ച് വന്നത് 5 അപ്പോൾ N ക്ലസ്റ്റേഴ്സ് 5 എന്ന് പാസ് ചെയ്തു. ആ പാസ് ചെയ്ത റേഞ്ചിൽ ഈ മോഡൽ ലേൺ ചെയ്തിട്ട് ഓൾറെഡി അതിനെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എക്സ്കെയിൽഡ് എന്നുള്ളതിൽ. ലേൺ ചെയ്യിച്ചിട്ട് ഏതിലാണോ പ്രോപ്പർലി ഇത് ഫിറ്റ് ആവുന്നത്, ഏത് ക്ലസ്റ്ററിലാണോ, ഇപ്പോൾ ഓറഞ്ചിൻ്റെ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് വരുന്ന ഫീച്ചേഴ്സ് മാത്രമേ അതിന് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ക്ലസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലസ്റ്ററിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത് മാത്രമേ അതിന് എടുക്കാൻ പാടുള്ളൂ. ആൻഡ് അപ് ടു 5 വരെ അത് ചെയ്യണം. പ്രഡിക്ഷൻ പോലെ തന്നെയാണ്, പക്ഷേ ഇതൊരു ഗ്രൂപ്പിംഗ് ആണ്.
അതിന് വേണ്ടിയിട്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു കോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. താഴത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ 333 എന്ന് പറഞ്ഞിട്ടില്ലേ, ഒരു കോളാണ്. അപ്പോൾ ആ 5 ക്ലസ്റ്ററാണ് ടോട്ടലി ഫോം ചെയ്യേണ്ടത്. അപ്പോൾ ഏത് ക്ലസ്റ്ററിൽ അത് വരണമെന്നുള്ളതിനനുസരിച്ചിട്ടാണ് അവിടെ ക്ലസ്റ്ററിൽ നമ്പേഴ്സ് വരിക. Zero to 4 വരെ. അതിൻ്റെ ബിഹേവിയറും പാറ്റേൺസും ഒക്കെ വെച്ചിട്ടായിരിക്കും ഓരോ ക്ലസ്റ്ററിലോട്ടും ആൾക്കാരെ അസൈൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പ്രിൻ്റ് ചെയ്യിക്കുന്നത് നമ്മളിപ്പോൾ പോയിൻറ്റ്സ് ഒരേപോലെ വരണമെന്നില്ല എന്ന് പറഞ്ഞില്ലേ ഓരോ ക്ലസ്റ്ററിലും. അപ്പോൾ അത് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യിച്ച് നോക്കുകയാണ്. DFF ക്ലസ്റ്റർ വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് സോർട്ട് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ചെയ്യുന്നത്. വാല്യൂ അണ്ടർസ്കോർ കൗണ്ട്സ് എന്താ വരിക, ഏറ്റവും കൂടുതലുള്ള ആളുടെയാണ് ടോപ്പിൽ വരിക റാങ്കിങ് വൈസ്. അതിൽ സോർട്ട് ഇൻഡെക്സ് വെച്ചിട്ട് സോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 0 1 2 3 4 ആ റേഞ്ചിൽ വരെയാണ് സോർട്ട് ഇൻഡെക്സ് കൊടുക്കുന്നത്. ആൻഡ് 0 39 1 29 ആ ഒരു കൗണ്ടില്ലേ എത്രയാണോ ഉള്ളത്. ഇതിൽ ആകെ 200 ഡാറ്റ ഉള്ളൂ. ആ 200 ഡാറ്റേനെ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നാണ്. ഇത് പ്ലോട്ട് ചെയ്യണമെന്നുള്ളൂ. ഈ 29 39 ആ അടുത്തൊക്കെ ഇല്ലേ അത് പ്ലോട്ട് ചെയ്യണമെന്നുള്ളൂ. എക്സ് ക്ലസ്റ്റർ പല്ലറ്റ് S2 എന്ന് പറഞ്ഞിട്ട് ആൻഡ് കൗണ്ട് ഡാറ്റ DF എക്സ് ക്ലസ്റ്റർ. പിന്നെ കസ്റ്റമൈസ് ചെയ്യുന്നേ ഉള്ളൂ. ടൈറ്റിലും എക്സ് ലേബലും വൈ ലേബലും ഷോ എന്നുള്ളത്. സോ ആ 29 39 ഒരു കൗണ്ടാണ് അവിടെ കൊടുക്കുന്നത്. നെക്സ്റ്റ് ഇത് PC അപ്ലൈ ചെയ്തിട്ട് ചെയ്യാണ്. ആൻഡ് PC for cluster visualization. Although K-means can use multiple features, it is difficult to visualize clusters beyond 2 or 3 dimensions. And principal component analysis or PCA reduces the feature space to 2 principal components while preserving most of the variance. നേരത്തെ ഒരു വേരിയൻസിൻ്റെ കേസ് പറഞ്ഞു തന്നല്ലേ, ഔട്ട് ഓഫ് 100 ആയിരിക്കും വേരിയൻസ് ചെക്ക് ചെയ്യുക. അതിൽ എത്ര പ്രിൻസിപ്പൽ കമ്പോണൻസ് വരണം എന്നാണ് തീരുമാനിക്കുക. അപ്പോൾ ഇതിൽ 4 ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടി അധികം ഫീച്ചേഴ്സ് വരുമ്പോഴാണ് നമ്മൾ പ്രിൻസിപ്പൽ കമ്പോണൻസ് എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുക. ഇതിൽ ജസ്റ്റ് എക്സാമ്പിളിൽ ചെയ്യുന്നു എന്നേ ഉള്ളൂ. 2-3 ലൈനേ ഉള്ളൂ. ഇതിൽ നോക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ മോഡൽ സെലക്ട് ചെയ്യില്ലേ, മോഡൽ ഈക്വൽ ടു റാൻഡം ഫോറസ്റ്റ് ക്ലാസ് പറഞ്ഞു അതേപോലെ തന്നെ ഉള്ളൂ. PC എന്ന് പറഞ്ഞിട്ട് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഡീകമ്പോസിഷൻ ഇമ്പോർട്ട് PC എന്നാണ് കൊടുക്കുക നേരത്തെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ. സോ അതിൽ ഇതായിരിക്കും ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും ക്യാപിറ്റൽ ലെറ്ററിൽ PC എന്ന് പറഞ്ഞിട്ട്. N കമ്പോണൻസ് 2 എന്ന് പറഞ്ഞിട്ട്, PC1 PC2 എന്ന് പറഞ്ഞിട്ട്. ഇതിലും ഒപ്റ്റിമൽ വാല്യൂസ് ചെക്ക് ചെയ്യുന്നുണ്ട്, എത്ര പ്രിൻസിപ്പൽ കമ്പോണൻസ് വരുന്നുണ്ട് പറഞ്ഞിട്ട്. ഇതിൽ ജസ്റ്റ് N കമ്പോണൻസ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നുള്ളൂ. N കമ്പോണൻസ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് 1 പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് 2 അത്ര വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒപ്റ്റിമൽ വാല്യൂ എത്ര വേണമെന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം. റാൻഡം സ്റ്റേറ്റ് 42 അറിയില്ലേ. PC എന്ന് പറഞ്ഞിട്ട് സ്കെയിൽ ചെയ്ത ഇതിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് PC എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. സ്കെയിൽഡ് ആണല്ലോ, സ്കെയിൽഡ് ഫീച്ചേഴ്സ് ഉള്ളത്. ഓൾറെഡി സ്കെയിൽ ചെയ്ത ഫീച്ചേഴ്സിലാണ് PCA ബെറ്ററായിട്ട് വർക്ക് ചെയ്ത്. സോ PC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വേരിയബിൾ നെയിം ഡോട്ട് ഫിറ്റ് അണ്ടർസ്കോർ ട്രാൻസ്ഫോം സ്കെയിൽ ചെയ്ത ഡാറ്റ ഇതിലുള്ളത് സ്കെയിൽഡിൽ അത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ ക്രിയേറ്റ് എ ഡാറ്റ ഫ്രെയിം ഫോർ വിഷ്വലൈസേഷൻ. ഇനി ഈ PCA വെച്ചിട്ട് പ്രൊഡിക്റ്റ് ചെയ്യുകയാണ്. പ്രിൻസിപ്പൽ കമ്പോണൻസ് വെച്ചിട്ട് ഡിഫറൻസ് ഉണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാണ്. കുറച്ചുകൂടി ബെറ്റർ ഡാറ്റ സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫറൻസ് കുറച്ചുകൂടി പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഡാറ്റ കുറവാണ്. സോ PCA DF എന്ന് പറഞ്ഞിട്ടൊരു ഡാറ്റ ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാണ്. ഡാറ്റ ഫ്രെയിം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? പാണ്ടസ് ഡോട്ട് ഡാറ്റ ഫ്രെയിം
എന്താണോ പാസ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. എക്സ് ഡോട്ട് പി സി എന്ന് പറഞ്ഞിട്ട് ദെൻ കോളംസ് PC1 PC2 എന്ന് പറഞ്ഞിട്ട് ദെൻ PCA-DF ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇതിൽ പ്രൊഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മുടെ ഡാറ്റ ഫ്രെയിമിൽ ആ എക്സ്കെയിൽഡിൽ എന്താ ഉള്ളത്, ഒരു 4 ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ. ക്ലസ്റ്റേഴ്സ് അതിലുണ്ടായിരുന്നില്ല. DF-നെ ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തപ്പോഴാണ് ക്ലസ്റ്റേഴ്സ് എന്നുള്ളത് നമ്മൾ ആഡ് ചെയ്ത് പ്രൊഡിക്ഷൻ കഴിഞ്ഞിട്ട്. അപ്പോൾ PCA-DF ഓഫ് ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു കോളം ക്രിയേറ്റ് ചെയ്യാണ്, PCA-DF ഓഫ് ഹെഡ്. പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് 1, പ്രിൻസിപ്പൽ കമ്പോണൻറ്റ് 2, പിന്നെ ക്ലസ്റ്ററും കൂടി ഇവിടേക്ക് ആഡ് ചെയ്യും. ക്ലസ്റ്റേഴ്സിലിപ്പോൾ നമ്മൾ ആ പ്രൊഡിക്റ്റ് ചെയ്ത വാല്യൂസ് ഉണ്ടാവും, ആൻഡ് ഇത് ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ദെൻ സ്കാറ്റർ പ്ലോട്ട് ഓഫ് ക്ലസ്റ്റേഴ്സ്. ഈ ക്ലസ്റ്റേഴ്സിനെ നമ്മളിപ്പോൾ നേരത്തെ ആ റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ചെയ്തില്ലേ, ഇങ്ങനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ചെയ്യുന്നത് സ്കാറ്റർ പ്ലോട്ട് ഓഫ് ക്ലസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ സ്കാറ്റർ പ്ലോട്ട് ചെയ്യുക, SNS ഡോട്ട് സ്കാറ്റർ പ്ലോട്ട് ഡാറ്റ PCA-DF. ഇവിടെ പ്രിൻസിപ്പൽ കമ്പോണൻസ് അല്ല എന്നുണ്ടെങ്കിൽ എക്സും വൈയും ഇങ്ങനെ പാസ് ചെയ്യണമെന്നില്ല. നമ്മൾ സ്കാറ്റർ പ്ലോട്ടിൻ്റെ ആ ഒരു ഡാറ്റ എവിടെ നിന്ന് വരണോ അത് മാത്രമേ കാണിക്കുള്ളൂ. ഇല്ല ഇപ്പോൾ കോളാണെന്നുണ്ടെങ്കിൽ ഡാറ്റ DF ഓഫ് ഏതാണോ കോളം അത് മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഇതിൽ ഡാറ്റ ഈക്വൽ ടു PCA-DF എക്സ് PC1, എക്സിലും വൈയിലും ഏതൊക്കെ വരുന്നത്. സോ എക്സും വൈ ഇൻ്റർസെപ്റ്റിലാണ് പോയിൻറ്റ്സ് വരിക. നേരത്തെ നമ്മൾ ഏജും ആനുവൽ സ്കോറൊക്കെ ചെക്ക് ചെയ്ത പോലെ. അപ്പോൾ എക്സ് PC1, വൈ PC2. ഇതിൽ കോളംസ് ആണല്ലോ. അപ്പോൾ DF-ൽ ഈ കോളംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സിലോട്ട് ആ ഒരു PC1 അപ്ലൈ ചെയ്യുക, വൈയിലോട്ട് PC2 അപ്ലൈ ചെയ്യുക. ഹ്യൂ ക്ലസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കളറ് പാസ് ചെയ്യുന്നുണ്ട്, കളറല്ല ഗ്രൂപ്പ് ബൈ പാസ് ചെയ്യുന്നുണ്ട് ഹ്യൂ എന്ന് പറഞ്ഞിട്ട്. സോ 0 to 4 വരെയാണ് ഒരു ക്ലസ്റ്റർ ഉള്ളത്. ആ ക്ലസ്റ്ററിൻ്റെ ഇത് വെച്ചിട്ടാണ് ഹ്യൂ എന്നുള്ള പാസ് ചെയ്യുന്നത്. ദെൻ തീം സെറ്റ് ചെയ്യാണ്. എസ് അറിയാമല്ലോ, സൈസ് പ്ലോട്ടിൽ ക്ലസ്റ്റേഴ്സിൻ്റെ പോയിൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിൻ്റെ സൈസാണ് 80 എന്ന് പറഞ്ഞിട്ട്. പിന്നെ ടൈറ്റിൽ X ലേബിൾ, Y ലേബിൾ, ലെജൻഡ്, ഷോ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ലെജൻഡ് ഉണ്ടാവും. 0 എന്ന് പറയണതിൽ റെഡ്, 1 എന്ന് പറയണതിൽ ഈ ഒരു ഇത്, ദെൻ 2 എന്ന് പറയണതിൽ 3, 4. ടോട്ടലി 200 പോയിൻറ്റ്സിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. കുറേയൊക്കെ ഓവർലാപ്പിംഗ് ഉണ്ടാവും. 3D-യിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പ്രോപ്പർ പ്ലേസ്മെൻറ്റ് കിട്ടും ഇതിൻ്റെ. ഇതിപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആണല്ലോ, പ്രിൻസിപ്പൽ കമ്പോണൻസ്. നേരത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു പ്രിൻസിപ്പൽ കമ്പോണൻസ് 2-3 ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് എടുക്കുന്നത്. സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഡിഫറെൻറ്റ് പ്ലേസിലേക്ക് കിടക്കുന്നത്. പക്ഷേ ഓൾമോസ്റ്റ് ഒരു സെയിം റേഞ്ചിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ ഈ ഒരു വയലറ്റ്സ് മാത്രമാണ് കൂടുതലുള്ളത്. ഇവിടെ റെഡ്, ഇവിടെ ഗ്രീന്. പക്ഷെ ഓവർലാപ്പിങ് സിമിലർ ഫീച്ചേഴ്സ് വരില്ലേ, ചെറിയ ചേഞ്ചൊക്കെ ഉള്ളത്. അപ്പോൾ വയലറ്റിലാണ് വരുന്നത്, പക്ഷെ അത് ഈ ഗ്രീനിൻ്റെ ആ ഒരു ഫീച്ചേഴ്സിനോട് ചെറിയ സിമിലാരിറ്റി ഉണ്ട്. ആ ഒരു ടൈമിലാണ് ഈ ഒരു ഗ്രീനും വയലറ്റും അടുത്ത് വരുന്നത്. ആൻഡ് ഇവിടെ ഈ ഒരു ബ്ലൂവിൻ്റെ ഫീച്ചേഴ്സും ഓറഞ്ചിൻ്റെ ഫീച്ചേഴ്സും തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവും. ആ പോയിൻറ്റ്സ് ആണല്ലോ നോക്കുന്നത് പ്രിൻസിപ്പൽ കമ്പോണൻസിൽ. അപ്പോൾ ആ ഒരു പോയിൻറ്റ്സ് അടുത്ത് വരുന്നത്. അങ്ങനെയാണ് ഓവർലാപ്പിംഗ് വരുന്നത്. ഇനി നമ്മൾ ചെയ്യുന്ന ആ ഒരു സെൻട്രോയിഡ്സ് വിഷ്വലൈസ് ചെയ്യുകയാണ്. സെൻട്രോയിഡ്സ് ഇൻ സ്കെയിൽഡ് ഫീച്ചർ സ്പേസ്. അപ്പോൾ ഇതിൽ പോയിൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ സെൻട്രോയിഡ്സും കൂടി അപ്ലൈ ചെയ്യണം. എവിടെയാണ് ആ ഒരു സെൻട്രോയിഡ്സ് അതിൻ്റെ പ്രോപ്പർ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ സെൻട്രോയിഡ്സ് പാണ്ടാസ് ഡോട്ട് ഡാറ്റ ഫ്രെയിം. കെ മീൻസിൽ ക്ലസ്റ്റർ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇനേഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ചെക്ക് ചെയ്തില്ലേ, അതേപോലെ തന്നെ ഒരു മെത്തേഡാണ് ക്ലസ്റ്റർ സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കോളംസ്, കോളംസ് എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യും. കോളംസിൽ എന്താ ഉള്ളത്, ആ ഒരു 4 ഫീച്ചേഴ്സ് ഉള്ളത്. കസ്റ്റമർ ID ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലോട്ടാണ് ഈ ഒരു സെൻട്രോയിഡ്സ് എന്നുള്ളത് അപ്ലൈ ചെയ്യേണ്ടത്. സോ സെൻട്രോയിഡ്സ് എന്നുള്ളത് കോൾ ചെയ്തു ഫങ്ഷൻ പോലെ. സോ ഹീറ്റ് മാപ്പ് ഓഫ് ക്ലസ്റ്റർ സെൻട്രോയിഡ്സ്.
ഈ നോർമൽ ഫീച്ചേഴ്സിൽ നമ്മൾ കോറിലേഷൻ ചെക്ക് ചെയ്തപ്പോൾ ആനുവൽ ഇൻകവും കസ്റ്റമർ ഐ ഡിയും തമ്മിൽ കോറിലേഷൻ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ സ്കെയിൽഡ് ഫീച്ചേഴ്സാണ് ഒരേ റേഞ്ചിലേക്ക് ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് അത്ര ഇതായിട്ട് എടുക്കണ്ട. ഇത് സ്കെയിൽഡ് ആകുമ്പോൾ ഒരേ റേഞ്ചിലേക്ക് വരുമ്പോൾ കുറേ വാല്യൂസ് ചേഞ്ച് ചെയ്യുമല്ലോ ആഫ്റ്റർ സ്കെയിലിങ്. കാരണം -1 to 1 റേഞ്ചിലാണ് വരുന്നത് എല്ലാം വരുന്നത്. അതുകൊണ്ട് ആ ഒരു കോറിലേഷൻ്റെ റേറ്റ് ഹൈ ആയി എന്നേ ഉള്ളൂ. -1 to 1 റേഞ്ചിൽ എല്ലാം അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അതിന് ഡിസ്ട്രിബ്യൂഷൻ ഒരേ റേഞ്ചിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമാക്കണ്ട. Cluster profiling helps understand the characteristics of each customer segment. എന്തിൻ്റെ ബേസിലാണ് ഈ ഒരു ക്ലസ്റ്ററിനെ ആ ഒരു 4-5 ടൈപ്പിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ് ക്ലസ്റ്റർ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞിട്ട് എടുക്കുക. ദെൻ ക്ലസ്റ്റർ പ്രൊഫൈൽ ഈക്വൽ ടു ഡാറ്റ ഫ്രെയിമിനെ ഗ്രൂപ്പ് ചെയ്യുക. ക്ലസ്റ്റർ എന്ന് പറഞ്ഞ കോളത്തിൻ്റെ ആവറേജ് വാല്യൂ വെച്ചിട്ട് ന്യൂമറിക് ഓൺലി ട്രൂ എന്ന് പറഞ്ഞിട്ട് പാസ് ചെയ്യുന്നുണ്ട്. ക്ലസ്റ്റർ എന്നുള്ള കോളത്തിൻ്റെ ഒരു ആവറേജ് വാല്യൂ വെച്ചിട്ട് എല്ലാത്തിനെയും ഗ്രൂപ്പ് ചെയ്യുക. അതായത് 4 ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, 4 ഫീച്ചേഴ്സിന് ഗ്രൂപ്പ് ചെയ്തെടുക്കുക. സോ അതിൻ്റെ ഒരു സ്പെസിഫിക് കാറ്റഗറിയിൽ വരുന്നത് മാത്രമാണ് ഇവിടെ വരുന്നത്. നമ്മൾ ഡിസ്ക്രൈബ് കൊടുക്കില്ലേ, അതേപോലെ ഗ്രൂപ്പ് ചെയ്തെടുക്കുമ്പോൾ ഡിസ്ക്രൈബിൽ വരുന്ന പോലെ കസ്റ്റമർ ഇതിൽ എത്ര നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇതിന് പ്രഡിക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ മിക്സ് ചെയ്തിട്ട് എടുക്കുമല്ലോ. അപ്പോൾ ആവറേജ് ഫീച്ചർ വാല്യൂസ് ബൈ ക്ലസ്റ്റർ, ഓരോ ക്ലസ്റ്ററിലും കസ്റ്റമർ ഐ ഡി എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്ലൈ ചെയ്തത് ചേഞ്ച് ആയിട്ടുണ്ട്. ആ ഡ്രോപ്പ് ചെയ്ത് അത് വെച്ചിട്ട് ചെയ്യേണ്ടത് ഇതുണ്ടാവില്ല. ആൻഡ് ജെൻഡർ കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ട്, 4-ാമത്തേൽ ജെൻഡർ വൈസ് എത്ര എണ്ണം സ്പ്ലിറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ 4 പറയുമ്പോൾ അത് മാറി കൊടുത്തിട്ടുണ്ട് അവിടെ.
ഇപ്പോൾ ഒരു കമ്പനി ഒരു ഡാറ്റ എടുക്കുക എന്നുണ്ടെങ്കിൽ ഈ ഒരു 4 ടൈപ്പിലാണ് ക്ലസ്റ്റേഴ്സ് എടുക്കുന്നത് വയ്ക്കുക.